Good morning, everyone. Welcome to Adda247 Malayalam channel. എൻ്റെ പേര് Rintu Sebastian. Welcome to the Hindu Editorial analysis of 30th June 2023. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്നും വൊക്കാബുലറി ഏതൊക്കെയാണെന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സെന്റൻസ് ഫ്രെയിം ചെയ്യാം. അതുപോലെ തന്നെ വേർഡ്സ് എല്ലാം നമുക്ക് വേർഡ് പവർ ഇൻക്രീസ് ചെയ്യാം. നമ്മുടെ റീഡിംഗ് എബിലിറ്റി, നമുക്ക് ആർട്ടിക്കിൾ വൈസ് നമ്മുടെ റീഡിംഗ് എബിലിറ്റി ഇംപ്രൂവ് ചെയ്യാം. നമ്മുടെ കോംപ്രിഹെൻഷൻ സ്കിൽസ്, അതുപോലെ നമ്മുടെ ഡെയിലി ബേസിസിൽ നമ്മൾ കുറേ വേർഡ്സ് പഠിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വേർഡ് പവർ ഇൻക്രീസ് ചെയ്യുന്നു. ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ്, അതിനോട് കൂടി സൈഡ് ബൈ സൈഡ് ആയിട്ട് പോകുന്നതാണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് സ്കിൽസ്. പിന്നെ റൈറ്റിങ്ങിന് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ, റിട്ടേൺ ഇംഗ്ലീഷിനൊക്കെ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത് വളരെ എഫിഷ്യൻ്റ് ആയ ഒരു സെഷനാണ്. റെഗുലറായിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക, പഠിക്കുക, റിവൈസ് ചെയ്യുക, ഡൗട്ട്സ് വരുമ്പോൾ ചോദിക്കുക. നമുക്ക് ഉഷാറായിട്ട് സെഷനിലോട്ട് പോകാം. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗൈൻ നമസ്കാരം. ഉഷാറായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. മഴയൊക്കെ എങ്ങനെയുണ്ട് അവിടെ? അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മുടെ കോട്ട് വെച്ച് നമുക്ക് തുടങ്ങാം. ഇന്നത്തെ കോട്ട് ഇതാണ്: ഫോക്കസ് ഓൺ വാട്ട് യു വോണ്ട്. നമുക്ക് എന്താണ് ആവശ്യം, നമ്മുടെ ആഗ്രഹങ്ങളെ ഫോക്കസ് ചെയ്യുക. ആഗ്രഹങ്ങളെ നമ്മൾ എത്രത്തോളം ആഗ്രഹിക്കുന്നു അത് നല്ലതെന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ആഗ്രഹങ്ങളെ ഫോക്കസ് ചെയ്യുക. പക്ഷേ നെവർ ഫൊർഗെറ്റ് ടു ബി ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് യു ഓൾറെഡി ഹാവ്. നമുക്ക് ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും, നമ്മുടേതായ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നേടിയെടുത്തിട്ടുണ്ടാവും. അത് വിട്ട് കളഞ്ഞിട്ട് എടുക്കരുത്. അപ്പോൾ നമ്മളുള്ള കയ്യിലുള്ള കാര്യങ്ങൾ നമുക്ക് മാത്രം ഉള്ള കുറച്ച് കഴിവുകളൊക്കെ ഉണ്ടാവും. നമ്മളായിട്ട് ബിൽഡ് ചെയ്തെടുത്ത കുറച്ച് സ്കിൽസ് ഉണ്ടാവും. ആ സ്കിൽസ് ഒന്നും നമ്മൾ ചെറുതായി കാണരുത്, അതിനൊന്നും കൊച്ചാക്കി കാണരുത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ നമ്മൾ പുതിയത് ലൈഫിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിനുവേണ്ടി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഉള്ള ആ ഒരു കാര്യത്തെപ്പറ്റി എന്നെ ചെറുതായി കാണാൻ പാടില്ല. യു ഹാവ് ടു ബി ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് യു ഹാവ്. ബിക്കോസ് നമുക്ക് നല്ല ആരോഗ്യമുണ്ട്, അല്ലേ? നമുക്ക് നല്ല ആരോഗ്യമുണ്ട്, നമുക്ക് നന്നായി പഠിക്കാം, നമുക്ക് നല്ല സാഹചര്യങ്ങൾ ഉണ്ടാവും മറ്റുള്ളവരെക്കാളും. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ഇരിക്കുന്ന നമ്മളെ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരുപാട് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റും. നമുക്ക് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് എഫേർട്ട് എടുക്കാൻ പറ്റും. പലർക്കും അത് സാധിക്കാറില്ല, സാഹചര്യങ്ങളില്ലാത്തതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കുള്ളതിൻ്റെ കണ്ണുള്ളതിനെ, അല്ലേ, കണ്ണുള്ളപ്പോഴേ കണ്ണിൻ്റെ വില അറിയുള്ളൂ. അതുകൊണ്ട് കണ്ണുള്ളപ്പോൾ ആ കണ്ണിന് വില കൊടുക്കാതിരിക്കരുത് കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. സോ ലെറ്റ് സ്റ്റാർട്ട്. താമസിപ്പിക്കേണ്ട, നമുക്ക് ആർട്ടിക്കിളിലോട്ട് നോക്കാം. ഇന്ന് 2 ആർട്ടിക്കിളിൽ ഒരു ആർട്ടിക്കിൾ അബൌട്ട് ഗ്രീക്ക് ആണ് കേട്ടോ. ഗ്രീക്ക് റിക്കവറിയെ പറ്റി, അതായത് ഗ്രീസിനെ പറ്റി. ഇപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി മാസം കുറേ പ്രശ്നങ്ങൾ, പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ നടന്ന് ഒരുപാട് മരണമൊക്കെ സംഭവിച്ചു ഗ്രീസിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓൾറെഡി ഗ്രീസിലും ടർക്കിയും തമ്മിൽ ബോർഡർ പ്രശ്നങ്ങളൊക്കെ ആയിട്ട്, ബോർഡർ ടെൻഷനൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. അത് നോർമൽ കാര്യങ്ങൾ. അവിടെ ഗ്രീസിൽ ഇപ്പോൾ 2 മാസത്തിനിടയിൽ 2 ഇലക്ഷൻ നടന്നു. അങ്ങനെ നമ്മുടെ പുതിയൊരു പുതിയൊരു പ്രസിഡന്റ് കയറിയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആ ഒരു അവസരത്തിൽ എന്താണ് ഗ്രീക്കിന് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റി, അല്ലെങ്കിൽ ഗ്രീക്ക് എങ്ങനെ റോഡ് ഹെഡ് എങ്ങനെയായിരിക്കും, വരുന്ന പ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കാം അദ്ദേഹത്തിന് ഗ്രീസിനെ നല്ല രീതിയിൽ നയിക്കാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞൊരു ആർട്ടിക്കിളുണ്ട്. പുള്ളിയുടെ പേര് കിരിയാക്കോസ് മിറ്റ്സോട്ടാക്കി അങ്ങനെയാണ്, അതാണ് പുള്ളിയുടെ പേര്. അപ്പോൾ അത് ഒരു ആർട്ടിക്കിളുണ്ട്. ബട്ട് നമ്മൾ ആ ആർട്ടിക്കിളല്ല വായിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി ആരാണ് ഇപ്പോൾ ഭരണത്തിലോട്ട് വന്നതെന്നും എന്നുള്ള കാര്യങ്ങളൊക്കെ. ജസ്റ്റ് ഒരു അവയർനെസ് മാത്രം, ജനറൽ അവയർനെസ് അറിയാൻ വേണ്ടി മാത്രം കേട്ടോ. അല്ലാതെ നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്ന ആർട്ടിക്കിൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ വായിച്ചു കാണുമായിരിക്കും. ഫുഡ് പ്രൈസസ് ഭയങ്കരമായിട്ട് കൂടുകയാണ്, അല്ലെ? ഫുഡ് ആൻഡ് എസെൻഷ്യൽ സ്റ്റേപ്പിൾസിൻ്റെ ഒക്കെ പൈസ ഭയങ്കരമായിട്ട് കൂടുകയാണ്. വിലകയറ്റം വല്ലാണ്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു കണക്കിന് കയ്യാലപ്പുറത്ത് തേങ്ങയായിട്ടിരിക്കുന്ന ഒരു എക്കണോമി ആയിരുന്നു നമ്മുടെ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഇവിടെ നിന്ന് ഫുഡ് പ്രൈസസ് വളരെ കൂടുകയും അത് ഒരുപാട് രീതിയിൽ അഫക്റ്റ് ചെയ്യുകയാണ്. ഫുഡ് പ്രൈസസ് കൂടെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് സാധാരണക്കാരെയാണ്. അപ്പോൾ ഈ ഫുഡ് പ്രൈസസ് സാധാരണക്കാരെ അഫക്റ്റ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ നമ്മുടെ എക്കണോമി അത് ബാധിക്കുന്നു, അല്ലേ? അപ്പോൾ അതിനെ പറ്റിയൊരു ആർട്ടിക്കിൾ എന്നുണ്ട്. വളരെ ഡീറ്റെയിൽഡ് നമുക്കിത് ഡിസ്കസ് ചെയ്താൽ അബൌട്ട് ഇൻഫ്ലേഷൻ. അപ്പോൾ ഇൻഫ്ലേഷനെ കുറയ്ക്കാനായിട്ട് നമ്മുടെ പോളിസി മേക്കേഴ്സ് നന്നായി പ്രവർത്തിച്ചില്ലെങ്കിൽ പണിവാളും എന്നൊരു ഒരു ആർട്ടിക്കിളാണ്, അനാലിറ്റിക്കൽ ആർട്ടിക്കിളാണ് നമ്മളത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡെയിലി ബേസിസിൽ എഡിറ്റോറിയലിൻ്റെ വൊക്കാബുലറി ക്വിസസ് ഉണ്ട്, അതുപോലെ സബ്ജക്ട് വൈസ് ക്വിസസ് ഉണ്ട്, എക്സാം വൈസ് ക്വിസസ് ഉണ്ട്. CPOയുടെ എക്സാം വരാൻ പോകണം 8-ാം തീയതി മുതൽ, അല്ലേ? ജൂലൈ 8-ാം തീയതി മുതൽ WCPO ആൻഡ് CPO എക്സാംസ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ CGLൻ്റെ എക്സാം വരാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക്, അതുപോലെ ഹൈക്കോർട്ട് ട്രാൻസ്ലേറ്റർ എക്സാം എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ എക്സാം അല്ല, അതിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർ, അതിൻ്റെ രീതിയിൽ അപ്പോൾ പ്രിപ്പറേഷനൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, തകൃതിയായിട്ട് നടക്കുന്നു എന്ന് വിചാരിക്കുകയാണ്.
അപ്പോൾ അതുപോലെ ഇൻ ദ MTSന്റെ നോട്ടിഫിക്കേഷൻ, അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നോട്ടിഫിക്കേഷൻസ്, ജോബ് അലേർട്സ് ഒക്കെ വരാനുണ്ട്. അതൊക്കെ അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുറുക്കുക. ഡെയിലി ക്വിസസ് അറ്റൻഡ് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ വരുമ്പോൾ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് Adda247 ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കണ്ട. പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ പോവുക, ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് സൈൻ ഇൻ ചെയ്യുമ്പോൾ സ്റ്റേറ്റ് എക്സാംസ് കൊടുക്കുക. സ്റ്റേറ്റ് എക്സാംസിൽ കേരള എക്സാംസ് മറക്കല്ലേ. അതുപോലെ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് പരിഗണിക്കാം. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുന്നവരും ആലോചിക്കുക. Adda247 മലയാളം ചാനൽ, അതുപോലെ തന്നെ ബാങ്കേഴ്സ് Adda247 മലയാളം ചാനൽ ഫോർ ബാങ്കിങ്. അപ്പം അത് രണ്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കുക. ഫ്രീ ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റ് സെഷൻസ് ഉണ്ട്, സീരീസുകളുണ്ട്. അതൊക്കെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക, പഠിക്കുക, ഡൗട്ട് വരുമ്പോൾ ചോദിക്കുക. അപ്പം നമുക്ക് നേരെ പോകാം നമ്മുടെ ഫ്രേസൽ വെർബ്സ്, വൺ വേർഡ്സ്, ഇഡിയംസ് ഒക്കെ. എന്നിട്ട് സിനോണിംസ്, ആന്റണിംസ്, റിലേറ്റഡ് വേർഡ്സിലോട്ട് പോകാം. അത് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് ആർട്ടിക്കിൾ വായിക്കാം. എന്നിട്ട് സ്പോട്ട് ദ റിക്വസ്റ്റ് ഹോംവർക്കിലോട്ട് പോകാം. എന്നിട്ട് ഇന്നത്തെ ഹോംവർക്ക് തരാം. ഓക്കെ, ലെറ്റ്സ് മൂവ്. ഇന്ന് കുറച്ച് ഇഡിയംസ് ആൻഡ് ഫ്രേസസേ ഉള്ളൂ കേട്ടോ. വൺ വേർഡ് ഒന്നുമില്ല, ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഉള്ളൂ. ഒന്ന് ഇഡിയം. ആദ്യത്തെ ഇഡിയം ഇതാണ്, ഗാർഡ് അഗൈൻസ്റ്റ് സംതിങ്. എന്തെങ്കിലും ഒരു കാര്യത്തിന് എതിരെ നമ്മൾ ഗാർഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, അല്ലെ, നമ്മളൊരു കാര്യം ഗാർഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ട് ചെയ്യുക, അല്ലേ. ഗാർഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വേർബ്, ആസ് എ ഗാർഡ് എന്ന വേർബിന്റെ അർത്ഥം പ്രൊട്ടക്ട് ചെയ്യാന്നാണ്. പക്ഷേ ഇഫ് യു ഗാർഡ് അഗൈൻസ്റ്റ് സംതിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കാതിരിക്കാൻ നമ്മൾ അതിനെ പ്രിവെന്റ് ചെയ്യുന്നതിനാണ് ഗാർഡ് അഗൈൻസ്റ്റ് സംതിങ് എന്ന് പറയാം. അപ്പോൾ ഓർക്കണം, ഇന്നത്തെ ടൈറ്റിലിൽ സബ് ടൈറ്റിലായിട്ട് രീതിയിൽ കൊടുത്തേക്കുന്ന തന്നെ ഇതാണ്. സബ് ടൈറ്റിൽ എന്താണ് സബ് ഹെഡിങ് ആയിട്ട് ഇതിന് കൊടുത്തേക്കുന്ന തന്നെ ഇങ്ങനെയാണ്, ഗാർഡ് അഗൈൻസ്റ്റ്, പോളിസി മേക്കേഴ്സ് മസ്റ്റ് ഗാർഡ് അഗൈൻസ്റ്റ് ഇൻഫ്ലേഷൻ എന്നൊക്കെ രീതിയിൽ. അപ്പോൾ ഗാർഡ് അഗൈൻസ്റ്റ് സംതിങ് എന്ന് പറഞ്ഞാൽ ട്രൈ ടു പ്രിവെന്റ് സംതിങ് ഫ്രം ഹാപ്പനിങ്. ഒരു കാര്യം സംഭവിക്കാതിരിക്കാൻ അതിനെ പ്രിവെന്റ് ചെയ്യുന്നതിനെയാണ് ഗാർഡ് അഗൈൻസ്റ്റ് സംതിങ് എന്ന് പറയാം. ഒരിക്കൽ കൂടി ഞാൻ പറയാണ്, ഗാർഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ട് ചെയ്യുക എന്നാണ് അർത്ഥം. ഒരാളെ ഗാർഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ, സേഫ് ഗാർഡ് ചെയ്യുക, ഗാർഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ പ്രൊട്ടക്ട് ചെയ്യുക എന്നാണ് അർത്ഥം. എന്നാൽ ഇഫ് യു ഗാർഡ് അഗൈൻസ്റ്റ് സംതിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യു ട്രൈ ടു പ്രിവെന്റ് സംതിങ് ഫ്രം ഹാപ്പനിങ് എന്നാണ്. അതാണ് അതിൻ്റെ വ്യത്യാസം. ഫ്രേസൽ വേർബ് വരുമ്പോൾ മീനിങ് മാറും കേട്ടോ, വേർബിൻ്റെ മീനിങ് മാറും, അതൊന്ന് ശ്രദ്ധിച്ചോണം. അപ്പോൾ അതാണ് കോൾ അഗൈൻസ്റ്റ്, കോൾ ഫോർ, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ, വ്യത്യാസമുണ്ട്. അതുപോലെ അടുത്തൊരു ഇഡിയമാണ് വാക്ക് ദ ടോക്ക്. നീ ഇങ്ങനെ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കാതെ പറഞ്ഞ കാര്യം പ്രാവർത്തികമാക്കുക, അതാണ് വാക്ക് ദ ടോക്ക്. പറയുന്നതായിട്ടുള്ളൊരു ചൊല്ലുണ്ട്, ഒരു സെയിങ് ഉണ്ട് ഇംഗ്ലീഷിൽ, പ്രാക്ടീസ് വാട്ട് യു പ്രീച്ച്. നീ എന്താണോ പ്രീച്ച് ചെയ്യുന്നത് അത് പ്രാക്ടീസ് ചെയ്യും, അല്ലേ. പ്രാക്ടീസ് വാട്ട് യു പ്രീച്ച് എന്നൊരു ഇതുണ്ട്, പ്രാക്ടീസ് വാട്ട് യു പ്രീച്ച്. അതായത് നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യം നീ എന്ത് ചെയ്യുക, പ്രാവർത്തികമാക്കുക എന്നൊരു ചൊല്ലുണ്ട്. അതാണ് ഇതിൻ്റെ വേറൊരു വേർഷൻ, വാക്ക് ദ ടോക്ക്. അതായത് പുട്ട് യുവർ വേർഡ്സ് ഇൻ ടു ആക്ഷൻ. പറച്ചിൽ പോരാ, അത് ആക്ഷനിലോട്ട്, പ്രവൃത്തിയിലോട്ട് വരട്ടെ, അതിനാണ് വാക്ക് ദ ടോക്ക്. ഡോണ്ട്, ഇങ്ങനെയാണ് ആ ഇഡിയം, അല്ല ആ ഒരു പ്രോവർബ് ഇങ്ങനെയാണ്, ഡോണ്ട് വാക്ക് ദ ടോക്ക്, അല്ല ഡോണ്ട് ടോക്ക് ദ ടോക്ക് ബട്ട് വാക്ക് ദ ടോക്ക് എന്നാണ്. അതായത് ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സംസാരം മാത്രം പോരാ, ബട്ട് വാക്ക് ദ ടോക്ക് എന്നാണ് അതിൻ്റെ ഒരു പ്രോവർബ്. അപ്പോൾ ഇഡിയമായിട്ട് വരുമ്പോൾ വാക്ക് ദ ടോക്ക് എന്ന് പറഞ്ഞാൽ പുട്ട് യുവർ വേർഡ്സ് ഇൻ ടു ആക്ഷൻ, അല്ലെങ്കിൽ പ്രാക്ടീസ് വാട്ട് യു പ്രീച്ച് എന്നാണ് കേട്ടോ. അപ്പോൾ ഇതിനെ റിപ്ലേസ് ചെയ്യുന്ന ഒരു പ്രോവർബ് ഉണ്ടെന്നോ സേയിങ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചാൽ ഇത് നിങ്ങൾക്ക് അറിയണം, അതിന് വേണ്ടിയിട്ടാണ് ഇത് എഴുതി തന്നേക്കണം. അടുത്ത എൻഡപ്പ് ചെയ്യുക. ഓക്കെ, അടുത്ത എൻഡപ്പ് ചെയ്യുക കേട്ടോ. എൻഡപ്പ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ഇൻ എ പെർട്ടിക്കുലർ ഫൈനൽ പ്ലേസ് ഓർ സ്റ്റേറ്റ്. നമ്മളൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഫൈനൽ പ്ലേസിലോട്ടോ ഒരു ഫൈനൽ സ്റ്റേറ്റിലോട്ടോ എത്തുകയാണെങ്കിൽ അതെന്ന് പറയും എൻഡപ്പ് ചെയ്യുക എന്ന് പറയും. The war ended up in a disaster, in a catastrophe എന്നൊക്കെ കേട്ടിട്ടില്ലേ. സംഭവത്തുള്ളൂ, അവസാനം അത് കോളമായി, അല്ലെങ്കിൽ ഭയങ്കര ഒരു വലിയൊരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, കറ്റാസ്ട്രോഫി ആയി എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതാണ് നെഗറ്റീവ് ആകാം പോസിറ്റീവ് സെൻസിലോട്ടോ. എൻഡപ്പ് എന്ന് പറയുന്നത് പോസിറ്റീവ് സെൻസിലും നെഗറ്റീവ് സെൻസിലും പറയാം. ഓക്കെ, യെസ് ഓക്കെ അല്ലേ, ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? യെസ്, ദാറ്റ്സ് ഗ്രേറ്റ്. അതാണ് കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോണം. അപ്പോൾ ബി ഇൻ എ പെർട്ടിക്കുലർ പ്ലേസ്, ഫൈനൽ പ്ലേസ് ഓർ സ്റ്റേറ്റ് എന്നാണ് എൻഡപ്പിൻ്റെ അർത്ഥം. അടുത്ത ഷോർട്ട് ഓഫ്. ഈ ഷോർട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, ഉള്ളതിനേക്കാളും കുറവാണ്. ബി ഇൻസഫിഷ്യൻറ്റ് ഓഫ് വാട്ട് യു ഹാവ്, അല്ലെ, എന്തെങ്കിലും വേണ്ട ഒരു കാര്യം കുറവാണ്, അതിൽ കുറവാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ വി ആർ ഷോർട്ട് ഓഫ് എന്ന് പറയാം. വി ആർ ഷോർട്ട് ഓഫ് ഫുഡ്, വി ആർ ഷോർട്ട് ഓഫ് മണി എന്നൊക്കെ പറയില്ല. എൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള പൈസ ഇല്ല കയ്യിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ ആവശ്യത്തിനുള്ള ഫുഡ് ഇല്ല കേട്ടോ എന്നൊക്കെ നമ്മൾ പറയില്ല. അതാണ് ഷോർട്ട് ഓഫിൻ്റെ അർത്ഥം. വളരെ കോമൺ ആയിട്ടുള്ളൊരു ഇഡിയമാണ്, നമ്മളത് റെഗുലർ ബേസിസിൽ പറയാറുള്ള ഒരു ഇഡിയം ആൻഡ് ഫ്രേസ് ആണ്, ഓർത്ത് വെച്ചോളാം. ലെസ് ദാൻ എന്നാണ്. ഓക്കെ അല്ലേ? സെന്റൻസ് പോരട്ടെ. എന്താ പറ്റിയെന്ന്? ഇന്നും തണുപ്പൻ മട്ടാണോ? എന്ത് പറ്റി പിള്ളേരെ? ഷോ മീ സം ആക്ഷൻ. പോരട്ടെ, സംസാരം പോലെ ആക്ഷനിലോട്ട് വന്നേ. മേക്ക് സം സെന്റൻസസ്. ഇതെന്ത് പറ്റി? സ്കേഴ്സിറ്റി, സ്കേഴ്സ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും കേട്ടോ. സ്കേഴ്സ് ആണെന്ന് പറയും. ശിവാസ്ത, ഞാൻ ചോദിച്ചിട്ട് ഉത്തരം കിട്ടിയിട്ടില്ല കേട്ടോ.
ഇന്ന് രാവിലെ ചിലപ്പോൾ മെസ്സേജ് അയക്കുമായിരിക്കും. എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നാളത്തേക്ക് ഞാൻ എന്തായാലും അറിയിക്കാം. ശിവാച്ച പോസിറ്റീവ് സെൻസിൽ തന്നെ ഇരിക്കാം. കിട്ടുമെന്ന് വിളിക്കും, ഇൻ്റർവ്യൂവിന് വിളിക്കുമെന്ന രീതിയിൽ തന്നെ ഇരിക്കണം കേട്ടോ. എന്നാലേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എന്തായാലും ഞാൻ അതിൻ്റെ റിപ്ലൈ കിട്ടിക്കഴിയുമ്പോൾ ഉടനെ തന്നെ അറിയിക്കാം കേട്ടോ. യെസ്, വാക്ക് ദ ടോക്ക് ഈസ് എ ഹെർക്കുലിയൻ ടാസ്ക്. അവിടെ ഒരു തെറ്റുണ്ട് അനുപമ. വാക്ക് ദ ടോക്ക് എന്ന് പറയുമ്പോൾ വാക്ക് എന്ന് പറയുന്നത് V1 ഒരിക്കലും സബ്ജക്റ്റ് ആയിട്ട് വരാൻ പറ്റില്ല. അപ്പോൾ അതിനൊന്നും മാറ്റം, ട്രാൻസ്ഫോർമേഷൻ വരുത്തണം. വാക്കിംഗ് ദ ടോക്ക് ഈസ് എ ഹെർക്കുലിയൻ ടാസ്ക് അല്ലേ. അത് ഇച്ചിരി എഫേർട്ടുള്ള പണിയാണ് വാക്കിംഗ് ദ ടോക്ക്. പറയുന്ന പോലെ തന്നെ പ്രവർത്തിക്കുക എന്നത് ഒരു ഭാരപ്പെട്ട പണി തന്നെയാണ്, അല്ലെ കഷ്ടപ്പാടുള്ള പണി തന്നെയാണ്, എഫേർട്ട് എടുക്കേണ്ട പണിയാണ് എന്ന്. അപ്പം ഓർത്തോണം, വാക്കിംഗ് ദ ടോക്ക് എന്ന് കൊടുക്കുക കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ വോക്ക് വേർബ് V1 ഒരിക്കലും നമ്മൾ സെൻറ്റൻസിന് സബ്ജക്റ്റ് ആയിട്ട് വരത്തില്ല. പക്ഷേ നമുക്ക് എന്ത് കൊടുക്കാം, ജെറണ്ട് കൊടുക്കാം. ING ഫോമിലെ ജെറണ്ട് സബ്ജക്റ്റ് ആയിട്ട് വരും. സോ വാക്കിംഗ് ദ ടോക്ക് എന്ന് കൊടുക്കുക, ശ്രദ്ധിക്കട്ടോ. ടീച്ചേഴ്സ് ദ ബോക്സ് ഇസ് ഷോർട്ട് ഓഫ് മെഡിസിൻ. Good, Shirley, that's great. Teachers and parents should guard against students from using drugs. That's a great sentence, Amla. Okay അല്ലേ, സെറ്റ് ആണല്ലോ. അപ്പോൾ വേഗം ഇങ്ങനെ സെൻറ്റൻസ് വരട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ idioms and phrases ശ്രദ്ധിക്കുക. Guard against something, walk the talk, end up, short of എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ idioms and phrases. Okay, മൂവിങ് ഓൺ, നമുക്ക് നമ്മുടെ സിനണിംസ് ആൻറ്റണിംസ് റിലേറ്റഡ് വേർഡ്സിലോട്ട് പോകാം. നമ്മുടെ ഡയറി ഫാമിൻ്റെ 6ാമത്തെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു കേട്ടോ. അപ്പോൾ അത് സ്റ്റോറിലുണ്ട്. ഇനിയും ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും ലൈവായിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് മുതലേ പഠിച്ചു പോകണം, ലൈവായിട്ടും അതിനുശേഷം അതിൻ്റെ റെക്കോർഡ് ക്ലാസ്സുകളും റിവിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ലൈവ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഡയറി ഫാം ഇൻസ്ട്രക്ടറിൻ്റെ 6ാമത്തെ ബാച്ച് 10-ാം തീയതി, ജൂലൈ 10-ാം തീയതി ആരംഭിക്കുകയാണ്. അപ്പോൾ ഇന്ന് 30-ാം തീയതിയാണ്, 10 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കസിൻസോ അനിയന്മാരോ അനിയത്തിമാരോ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് വിചാരിച്ച് പഠിക്കാതെ ഇങ്ങനെ ഉഷാറല്ലാതെ ഉഴപ്പിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് പറഞ്ഞു കൊടുക്കാം. നമ്മുടെ കോഴ്സ് അവൈലബിൾ ആണ്. 2400 രൂപയ്ക്ക് കോഴ്സ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കോഡ് അപ്ലൈ ചെയ്താൽ മതി Y314. അതിൻ്റെ കൂടെ ടെസ്റ്റ് സീരീസ് പഠിക്കാനായിട്ടുള്ള മെൻറ്റർഷിപ്പും സപ്പോർട്ടും ഒക്കെ അതിൻ്റെ കൂടെ തന്നെയുണ്ട്. കൂടെ ടെസ്റ്റ് സീരീസും അതിൻ്റെ കൂടെ ഉണ്ട്. ടെലിഗ്രാം ഗ്രൂപ്പുണ്ട്, ടെലിഗ്രാം ചാനലിലോട്ട് നിങ്ങൾ ആഡ് ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈവിൽ നോട്ട്സ് അപ്ലോഡ് ചെയ്ത് കാണാം. ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ ഓരോത്തിൻ്റെയും നോട്ട്സ് കറക്റ്റായിട്ട് അപ്ലോഡ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഈ ഒരു കോഴ്സ് എന്നുള്ള കാര്യം മറക്കണ്ട. അപ്പോൾ എന്നിട്ട് നല്ലൊരു റിസൾട്ടിലോട്ട് നമുക്ക് വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക, അത് ഉഷാറായിട്ട് പ്രിപ്പയർ ചെയ്യുക, പഠിക്കുക. കാരണം സെപ്റ്റംബർ മാസം കാലണ്ടർ PSCയുടെ വന്നപ്പോൾ ഡയറി ഫാം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒക്ടോബറോ നവംബറോ ഒക്കെ ആയിട്ട് പ്രതീക്ഷിച്ചാൽ മതി. അപ്പോഴും നമുക്ക് മാസം കിടക്കാണ്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസം മുഴുവൻ കിടക്കാണ്. 3 മാസം നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഉഷാറായിട്ട് പഠിക്കാം. ജൂലൈ മാസം 10-ാം തീയതി നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അതുപോലെ LSGSൻ്റെ ഞാൻ പറഞ്ഞിരുന്നു, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ പോസ്റ്റിലോട്ട് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. വിളിച്ചിട്ടുണ്ടെന്നല്ല, വിളി വരുന്നു. ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്ന ഒരു പോസ്റ്റാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഡിഗ്രി പ്രിലിംസിൻ്റെ ലോങ് ടേം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 26-ാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്താണ്. ഇനിയും ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വരെ ജോയിൻ ചെയ്യാം. 2400 രൂപയ്ക്ക് നിങ്ങൾക്ക് കോഴ്സ് അവൈലബിൾ ആണ്. കോഡ് അപ്ലൈ ചെയ്താൽ മതി, നിങ്ങൾക്ക് ഡിസ്കൗണ്ടോടെ ക്ലാസ്സിൽ കയറാൻ പറ്റും. അതുപോലെ നമ്മുടെ LDCക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ലോങ് ടേം ബാച്ച്, 6 മാസത്തേക്കുള്ള ഒരു ലോങ് ടേം ബാച്ച് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചു പോയാൽ PSCക്കൊക്കെ നിങ്ങൾക്ക് കയറാൻ പറ്റുള്ളൂ. കാര്യം എല്ലാവരും പഠിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നന്നായി പഠിക്കുന്ന 1-2 പേർക്ക് ലിസ്റ്റിൽ കയറാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക, അങ്ങനെ രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് കയറാൻ പറ്റും. ആ ഒരു 10 പേര് 20 പേര് എന്ന് പറയുന്ന ആ ഒരു ലിസ്റ്റിൽ നിങ്ങൾ എന്തായാലും വരണം, നല്ല ലിസ്റ്റിൽ. അപ്പം അതായത് ഉറപ്പായിട്ട് ഷോർട്ടായിട്ട് ജോലി കിട്ടുന്ന ലിസ്റ്റിലോട്ട് വരണമെങ്കിൽ പഠിക്കണം. അതിന് പഠിക്കാനായിട്ട് ഉഷാറായിട്ടിരിക്കാൻ നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പഠിക്കാൻ റെഡി ആയിട്ടുള്ളവർ, ചുമ്മാ ഉഴപ്പാനല്ലാതെ പഠിക്കാൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വന്ന് നമുക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ സീരീസുകൾ നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്നുണ്ട്. ഇന്നലെയൊക്കെ ഞാൻ ഷെഫീഖ് സാറിന് ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ ഷെഫീഖ് സാറുമായിട്ടോ അല്ലെങ്കിൽ ഷെഫീഖ് സാറ് സിംഗിളായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് വേറെ സെഷൻസ് ടീച്ചേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരുപാട് സെഷൻസ് ചെയ്യുന്നുണ്ട്. 2240 രൂപയ്ക്ക് നമ്മുടെ ബേസ് കവർ ചെയ്യുന്ന കോഴ്സും അവൈലബിൾ ആണ്. അപ്പോൾ കോഡ് അപ്ലൈ ചെയ്യാം. Y314 Y314 എന്ന കോഡ് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് ലൈവായിട്ട് ക്ലാസ്സുകൾ കണ്ട് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകളുടെ ഡൗട്ടും ചോദിച്ച് നിങ്ങൾക്ക് ക്ലാസ്സിൽ ഉഷാറായിട്ട് പോകും കേട്ടോ. ആ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് അവർ സിനണിംസ് ആൻറ്റണിംസ് റിലേറ്റഡ് വേർഡ്സ് ഒക്കെ നോക്കാം. സ്പൈറലിംഗ് എന്ന വാക്ക്, സ്പൈറലിംഗ് നിങ്ങൾക്ക് അറിയാലോ, ചുറ്റിങ്ങനെ കിടക്കുന്നതല്ലേ, സ്പൈറൽ സ്റ്റെയർകേസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ സ്പൈറലിംഗ് എന്ന് പറഞ്ഞാൽ സ്പൈറൽ ചെയ്യുക എന്ന് പറഞ്ഞൊരു വേർബ് ഉണ്ട്. സ്പൈറൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ കോയിൽ ചെയ്യുക, വൈൻഡ് ചെയ്യുക എന്നൊക്കെയാണ്, ട്വിസ്റ്റ് ചെയ്യുക എന്നൊക്കെയാണ്. അപ്പോൾ സ്പൈറലിംഗ് എന്ന വാക്കിനർത്ഥം ഒന്ന് കോയിലിംഗ്, വൈൻഡിങ്, ട്വിസ്റ്റിംഗ് എന്നൊക്കെയാണ്. അതുകൂടാതെ സ്പൈറലിംഗിന് വേറെ അർത്ഥമുണ്ട്. സ്പൈറലിംഗ് പ്രൈസസ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ആ ഒരു യൂസിറ്റ് ഒന്ന് ഓർത്ത് വെച്ചോ. സ്പൈറലിംഗ് പ്രൈസസ്. സ്പൈറലിംഗ് എന്ന് പറഞ്ഞാൽ സോറിംഗ്,
ഇൻക്രീസിങ്, എസ്കലേറ്റിംഗ് എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഓർത്ത് വെച്ചോണം, സ്പൈറലിങ്ങിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് സോറിങ്, ഇൻക്രീസിങ്, എസ്കലേറ്റിംഗ് എന്നൊരർത്ഥമുണ്ട്. അതുകൂടാതെ ട്വിസ്റ്റിംഗ്, വൈൻഡിങ്, കോയിലിംഗ്, ചുറ്റുകൂടി കിടക്കുന്ന എന്നൊരർത്ഥം കൂടെ നമ്മുടെ സ്പൈറലിങ്ങിനുണ്ട്. അപ്പോൾ അഡ്ജക്റ്റീവായിട്ട് നമ്മൾ സ്പൈറലിംഗ്, ഇപ്പോൾ V4 ആണ് അല്ലേ, പാസ്റ്റ് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്, അതിന് നമ്മൾ അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുമ്പോൾ 2 യൂസേജ് ഉണ്ടെന്നുള്ള കാര്യം മറക്കണ്ട കേട്ടോ. ഓക്കെ ആണല്ലോ അല്ലേ? Let me see that sentences. Talking the talk is the preface of the walking the talk. Of the walking വേണ്ട, of walking the talk. ഇതാ അവിടെ വേണ്ട കേട്ടോ. പക്ഷേ talking the talk is the preface of walking the talk എന്ന് കൊടുക്കാം. He tries to end up the speech because of bad weather. That's great. The team is short of some good players. Great. Shiny, good morning. Good morning ദിശ. എണീറ്റ് വരുന്നുള്ളൂ പയ്യെ, മഴയൊക്കെ ഉണ്ടേ, മടിയല്ല അതിനല്ലേ. Plant trees to guard against drought അല്ലേ. Okay, that's great. Your action determine അല്ല അനുപേ, your action determines. Action singular അല്ലേ, അപ്പോൾ verb singular കൊടുത്തേ, where you will enter. All right. Government introduced an alert system in guard against അല്ല surely to guard against flood കേട്ടോ, to guard against flood. Today students are short of end students are അല്ലല്ല, today the session is short of എന്ന് കൊടുക്കുക. അപ്പം അങ്ങനെ കൊടുക്കണം, ശ്രുതി ഇങ്ങനെ കൊടുക്കണം. Today the session is short of students because of rain എന്ന് കൊടുക്കുക കേട്ടോ. We should be hygienic in order to guard against COVID-19. That's great. She ends up the course. Okay. She ends up, അവിടെ ends up പറ്റില്ല, she ended the course എന്നാണ് പറയുന്നത്. അവൾ കോഴ്സ് നിർത്തി, അവിടെ end up അല്ല കേട്ടോ, അവിടെ end എന്നുള്ള വേർബ് മാത്രം കൊടുത്താൽ മതി, മീനിങ് മാറിപ്പോയില്ലെങ്കിൽ. The neighbor is short of money for educating his daughter. Help him and walk the talk. That's great. After years of friendship, we ended up as strangers. That's great. There is short of water in the well. All right. The rain is guarding against my early wake-up call. Oh, Shrikala, അതുകൊണ്ട് എണീക്കാത്തല്ലേ. ഓ, തണുപ്പാണ്, കൊള്ളാം. I always tell my mom to walk the talk. That's great, Luke. World leaders plan to guard against global warming. That's a great sentence. Parents always advise us to walk the talk. Yeah. Increasing, fluctuating. Okay. Fluctuating പറയില്ല, fluctuating മാറ്റം വരുന്നതല്ലേ, increasing എന്നർത്ഥമാണ് കേട്ടോ, fluctuating വരില്ല. His behavior is benign to all. Okay, benign നോക്കാം. ബിനൈൻ്റെ അർത്ഥം എന്നാ, കൈൻഡ് എന്നൊരു അർത്ഥമുണ്ട്, ഫ്രണ്ട്ലി, വാം, അമിയബിൾ എന്നൊക്കെ അർത്ഥമുണ്ട്. ഭയങ്കര നല്ല, നമ്മൾക്ക് എന്താ പറയുക, ഒരാളോട് ബിഹേവ് ചെയ്യാൻ സംസാരിക്കാൻ താല്പര്യം തോന്നുന്ന അവർ ബിനൈൻ നേച്ചറും ഉണ്ടാകും. ഭയങ്കര നല്ല കമ്പാഷനറ്റ് ആയിട്ട്, ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട്, വാം ആയിട്ട്, ഭയങ്കര ജീനിയൽ ആയിട്ട്, അമിയബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനോട് നമുക്ക് എപ്പോഴും സംസാരിക്കാൻ തോന്നും. അതാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അല്ലേ, ഏത് ജെൻഡറായാലും നമുക്ക് സംസാരിക്കാൻ തോന്നും, ബിക്കോസ് ഓഫ് ദാറ്റ് നേച്ചർ അല്ലേ, അതിന് ബിനൈൻ എന്ന് പറയും. അപ്പോൾ ബിനൈൻ്റെ അർത്ഥം അതാണ്, ഫേവറബിൾ ആയിട്ടുള്ള എന്നുള്ളത്. അപ്പോൾ തന്നെ ബിനൈൻ എന്ന് പറയുന്ന മെഡിക്കൽ ടേമിൽ ബിനൈൻ ആണെന്ന്, ബിനൈൻ ട്യൂമർ എന്നൊക്കെ ഇട്ടില്ലേ, അപ്പം അങ്ങനെ ഒരു വാക്ക് വന്നാൽ ശ്രദ്ധിച്ചോണം, ദാറ്റ് ഇസ് നോട്ട് ഹാർംഫുൾ എന്നാണ് അർത്ഥം. ഹാർംഫുൾ അല്ലാത്തതെന്നാണ് ബിനൈൻ്റെ അർത്ഥം. അപ്പോൾ ബിനൈനിൻ്റെ ഓപ്പോസിറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, മലിഗ്നന്റ്. ബിനൈൻ്റെ ഓപ്പോസിറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, മലിഗ്നന്റ്. കാര്യം വെച്ചാൽ നമ്മൾ മെഡിക്കൽ ടെർമിനോളജിയിൽ ബിനൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർംഫുൾ അല്ലാത്തത് എന്നാണ്. അപ്പോൾ ബിനൈൻ ആണ്, വലിയ പ്രശ്നമില്ല, പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർത്താൽ മതി, ബിനൈന് വളരെ വലിയ പ്രശ്നമില്ല, അത് ഹാർംഫുൾ അല്ലാത്ത സാധനമാണ്, നോട്ട് ഹാർംഫുൾ ആണ്. എന്നാൽ അതേ സമയത്ത് മലിഗ്നൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും കുറച്ചുകൂടെ ഹാർംഫുൾ ആണ്, സംഭവം കയ്യിൽ നിന്ന് പോകും എന്നൊക്കെ ഉള്ളതാണ് മലിഗ്നൻ്റ്. സോ ദാറ്റ് ഈസ് മലിഗ്നൻ്റ് ആൻഡ് ബിനൈൻ. ഓക്കെ, കൂടുതലായിട്ട് മെഡിക്കൽ ടെർമിനോളജിയിൽ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ്, ഓർത്ത് വെച്ചോളാം. അടുത്തത് ട്രജക്ടറി. എന്താണ് ട്രജക്ടറി എന്ന വാക്ക്? ട്രജക്ടറി എന്ന വാക്ക് നിങ്ങൾക്ക് അറിയാം, വളരെ ഭയങ്കര കോമൺ ആയിട്ട് നമ്മൾ പറയുന്നൊരു വാക്കാണ്. നമ്മുടെ ട്രജക്ടറി ഇല്ലേ, അല്ലെങ്കിൽ എന്താ പറയുക, സ്പേസ് ക്രാഫ്റ്റിൻ്റെ ട്രജക്ടറി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ജെറ്റിൻ്റെ ട്രജക്ടറി ഒക്കെ പറയും. കോഴ്സ് അല്ലെങ്കിൽ റൂട്ട്, പാത, പാത്ത് അല്ലേ, ട്രാക്ക്, ലൈൻ, ആംബിറ്റ്, അതിനെയാണ് നമ്മളെന്ന് വിളിക്കുക ട്രജക്ടറി എന്ന് പറയുക. ഓർത്ത് വെച്ചോണേ, നമ്മൾ നമ്മുടെ യാത്രയുടെ ട്രജക്ടറി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഓർത്താൽ മതി, നമ്മുടെ പാത, ദാറ്റ്സ് ഇറ്റ്, നമ്മുടെ വേ എന്നൊക്കെ പറയാം. പിന്നെ ഒരു കാര്യം ഞാൻ എടുത്തു പറയാണ്, ബിനൈൻ്റെ 2 ആൻറ്റണിംസ് ഉണ്ട് കേട്ടോ. ഒന്ന് ഈ മെഡിക്കൽ ടെർമിനോളജിയിലാണ്, അല്ലാതെ നമുക്ക് ആൻറ്റണിമായിട്ട് പറയുമ്പോൾ ബിനൈന് ഹോസ്റ്റൈൽ എന്ന് പറയും കേട്ടോ. കാരണം ബിനൈൽ ഭയങ്കര വാം ആൻഡ് ഫ്രണ്ട്ലി ആണെങ്കിൽ, ഫ്രണ്ട്ലി ആണെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ആൻറ്റഗോണിസ്റ്റിക് അല്ലെങ്കിൽ ഹോസ്റ്റൈൽ എന്നൊക്കെ, അൺഫ്രണ്ട്ലി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ട് രണ്ടും ബിനൈനിൻ്റെ ഓപ്പോസിറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഒന്ന് മാത്രമെന്ന് വിചാരിക്കരുത്, രണ്ടും ഉണ്ട്, 2 ടേമിലും പറയാം നമുക്ക്. ബിനൈൻ എന്ന് പറയുന്ന ഒരു ഓപ്പോസിറ്റ് ഹോസ്റ്റൈൽ ആൻറ്റഗോണിസ്റ്റിക് എന്നുമുണ്ട്, അല്ലാതെ മലിഗ്നൻ്റ് എന്നുണ്ട്. അതൊന്നും എടുത്ത് പറഞ്ഞോട്ടെ.
Okay, അപ്പോൾ clear ആണല്ലോ. Let me see. Okay. The spiraling price of spiraling in spelling നോക്കിയേ. Spiraling in spelling നോക്കിയേ. SPIRALLING കേട്ടോ. അമല price of vegetables is quite disconcerting. Yes. We short of time, you have to walk the talk right now. We are short of time. അവിടെ verb എന്താണ് ഉപേ? Verb ഇല്ലെങ്കിൽ sentence is missing അല്ലേടാ. Sentence heart is missing. We are short of time, so you have to walk the talk right now. Price of tomato is in spiraling condition. All right. Yes. എന്തോരോ പൈസ കൂടുകയെന്നല്ലേ ഭയങ്കരമായിട്ട്. Students don't talk. Try to walk the talk. അടിപൊളി, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. Yesterday we end up at Kodigutimala. Okay, end up. All right, all right. She fell in love with him by seeing his benign nature. That's great. He documented all the project in a file, binded spirally. That's great. Benign, harmless. Yes. Malignant പറയാം, രണ്ട് രീതി ഉണ്ട്, ഓർത്ത് വെച്ചോ. His benign nature is attracted by everyone. That's great. I wasn't benign enough in consoling my son. That's great. He prevailed in all levels of examination. അടുത്ത prevail ആണ്. prevail എന്ന വാക്കിന് അർത്ഥം രണ്ടർത്ഥമുണ്ട്. ഒന്ന് ജയിക്കുക അല്ലെ, വിജയിക്കുക, ട്രയംഫ് ചെയ്യുക, വിൻ ചെയ്യുക, അത് സക്സീഡ് ചെയ്യുക. അടുത്തത് വേറൊരു അർത്ഥം മീൻസ് പെർസ്വേഡ് ചെയ്യുക. നമ്മളൊരാളെ ഒരു കാര്യത്തിനൊന്ന് ഒരു ചെറിയൊരു പുഷ് കൊടുത്ത് ഒരു കാര്യം ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നു, ഒരു താങ്ങ് കൊടുക്കുന്നു. ദാറ്റ് ഈസ് പ്രിവെയിൽ ചെയ്യുക, പെർസ്വേഡ് ചെയ്യുക അല്ലെങ്കിൽ ഇൻഡ്യൂസ് ചെയ്യുക. ഹീ പ്രിവെയിൽസ് സം കറേജ് ഇൻ ഹിം. ഷീ പ്രിവെയിൽസ് സം കറേജ് ഇൻ ഹിം. അവളാണ് കുറച്ച് കറേജ് അവനോട്ട് ഇൻഡ്യൂസ് ചെയ്ത് കൊടുത്തത്. അവന് ധൈര്യമൊന്നും ഇല്ലായിരുന്നു എന്ന് പറയാനായിട്ട്, പക്ഷെ അവൾ പറഞ്ഞപ്പോൾ അത് അവന് ചെയ്തു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, അത് ദാറ്റ് ഈസ് പ്രിവെയിൽ എന്ന വാക്ക്. വിൻ, ട്രയംഫ്, സക്സീഡ് എന്ന് കൂടാതെ പെർസ്വേഡ് ചെയ്യുക, ഇൻഡ്യൂസ് ചെയ്യുക എന്നൊരർത്ഥം കൂടെ പ്രിവെയിലിനുണ്ട്, മറക്കണ്ട കേട്ടോ. ഓക്കെ. യെസ്, ഹി ലോസ് എ ജോബ് ആസ് ഹിസ് ട്രജക്ടറി was not good. All right, my trajectory towards bank exams are guided by my mentors. That's great, Mega. Some music has a power to spiraling our emotion very badly. That's great. He uses every possible means to prevail the election. That's great. His benign nature attracts everyone. All right. Expectations about teachers to be benign, but the reality is entirely different in some scenario. Yeah. Benign approach helps him to prevail the interview. That's great. He traveled through a wrong trajectory in his life. All right. I want to prevail in all the fields, but it is not possible to be so far. To be so for anybody. Okay. The price of vegetables is spiraling. Yes, that's a great sentence. Good morning, Emil. I couldn't understand her spiraling talk. All right. Prevail, succeed, persuade. Okay. Yeah, push, motivate. Okay. If you're disciplined അല്ല, if you're ഡിസിപ്ലിൻഡ് ആണെങ്കിൽ എന്ന് കൊടുക്കണം കേട്ടോ. നീ ഡിസിപ്ലിൻഡ് ആണെങ്കിൽ, ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നീ ഡിസിപ്ലിൻ ആണെങ്കിൽ എന്നല്ല, നീ ഡിസിപ്ലിൻഡ് ആണെങ്കിൽ എന്നാ, നിനക്ക് ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ എന്നാണ്. അപ്പൊ എന്താ കൊടുക്കണം സനിലെ? ഇഫ് യു ആർ ഡിസിപ്ലിൻഡ് you will prevail the examination. Okay. Yeah. Spiraling price of gold makes my parents more tensed. Oh God. She wants to prevail her life. That's why apostrophe കൊടുത്തേ. She wants to prevail in her life. Prevail in വേണം കേട്ടോ. Prevail in the examination വേണ്ട സനിലെ. അതുപോലെ prevail in her life ആണ്. That's why she follows her own trajectory. That's great. We need to prevail in our kids. Persuade. We should prevail our kids to be humane. Okay. Persuade. All right. That's great. My love towards cleanliness is spiraling nowadays because of the admiration got from my brother for what I did to make our home clean. That's great. നല്ല വാക്ക് കേട്ടാൽ പിന്നെ നമുക്ക് ചെയ്യാനൊരു സന്തോഷം തോന്നും അല്ലേ? അത് കൊള്ളാം. All right. I found the usual trajectory of rat which always visits my kitchen. Which always visits my kitchen. I found the usual trajectory of a rat which always visits my kitchen എന്ന് കൊടുക്കണം കേട്ടോ. ഷേർലി അവിടെ വിസിറ്റ്സ് കൊടുക്കാനുള്ള കാരണം വെച്ചാൽ ആ റാറ്റ് സ്ഥിരമായിട്ട് വരുന്നതാണ്. റാറ്റിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ റാറ്റ് സിംഗുലർ, അപ്പോൾ വേർബ് സിംഗുലർ കൊടുക്കുക കേട്ടോ, മറക്കല്ലേ. The scan report shows that that is a benign cyst. All right. Bringing in religion to medical field in Kerala will be malignant to the benign relations between people of different religions. നമ്മുടെ ICUലോ ഓപ്പറേഷൻ തിയേറ്ററിലോ ഹിജാബ് ധരിക്കണം എന്നൊക്കെ പറഞ്ഞ ഇഷ്യൂ വന്നേക്കുന്നത് അല്ലേ? എന്തൊക്കെയാണോ ഇനി കാണാൻ പോകുന്നത്? വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാണ്. ഐ ഡോണ്ട് നോ വൈ. മൈ ടീച്ചർ ഈസ് ബെനൈൻ ടുവേർഡ്സ് ഹർ സ്റ്റുഡൻസ്. അതിപ്പോൾ ഇന്ന റിലിജൻ എന്നില്ല, ഏത് റിലിജൻ പെടുന്നാണെങ്കിൽ റിലിജൻ ഈസ് സംതിങ് ഡിഫറെൻറ്റ്. നമ്മൾ പഠനത്തിൽ റിലിജൻ ഒരിക്കലും ഇൻക്ലൂഡ് ചെയ്യാതിരിക്കാം.
അത് ഭയങ്കരമായിട്ട് നമ്മളെ അഫക്റ്റ് ചെയ്യും. അതൊരു വലിയൊരു പ്രശ്നമാണ്. പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുക. That's great. അപ്പോൾ നമുക്ക് നോക്കാം. That was a festering memory in my life. That's great. Our manager is so benign to us. അല്ലേ സുലു? ഓക്കെ. അപ്പോൾ അടുത്ത ഫെസ്റ്ററിങ്. നമ്മൾ ഫെസ്റ്ററിങ് വൂണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതായത് നമ്മുടെ പഴുത്ത് ഇങ്ങനെ പൾപ്പൊക്കെ ഇങ്ങനെ വരില്ലേ, അതിനാണ് ഫെസ്റ്ററിങ് എന്ന് പറയുക. അപ്പോൾ ഫെസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാലിൽ മുറിവൊക്കെ വന്നിട്ട് പഴുക്കില്ലേ, പസ്സൊക്കെ ഇങ്ങനെ വരില്ലേ, അതിനാണ് ഫെസ്റ്റർ ചെയ്യാന്ന് പറയാം. ഇങ്ങനെ അഴുകുക എന്ന് പറയില്ലോ, ആ അർത്ഥം. പഴുത്ത അഴുകുക. എന്നാളൊരു സിനിമയില ഏത് സിനിമ, മോഹൻലാലിൻ്റെ ഒരു മഞ്ജു വാര്യരുടെ ഒരു സിനിമ ഉണ്ടല്ലോ, ലാലേട്ട എന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ പാടുന്ന സിനിമ, അതിൻ്റെ പേര് മറന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ആ കൊച്ചു പറയുന്നുണ്ടല്ലേ, കണ്ണിലൊക്കെ സൺഗ്ലാസ് വെച്ചിട്ട് വന്നിട്ട് പറയില്ലേ, അയ്യോ സാറേ കണ്ണ് കാണിക്കാൻ പറ്റില്ല, കണ്ണിന് ഇതാണ്, കൺലസ്സുമാണ്, പഴുത്തളിഞ്ഞിരിക്കുകയെന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയ്ക്കാണ് ഫെസ്റ്ററിങ് എന്ന് പറയുക. എന്നാൽ അഡ്ജക്റ്റീവായിട്ട് ഫെസ്റ്ററിങ് പറയുമ്പോൾ നമുക്ക് സിനോണിംസ് കൊടുക്കാൻ പറ്റുന്ന ഡിക്കേയിങ്, ഡികമ്പോസിങ് എന്ന് പറയാം. ആൻഡ് അതിൻ്റെ ഫെസ്റ്ററിങ്ങിൻ്റെ പ്രത്യേകത ഉണ്ട്. ദാറ്റ്സ് നോട്ട് ഗുഡ്, ദാറ്റ്സ് വെനമസ്. അത് ടോക്സിക് ആണ്, വെനമസ് ആണ് കേട്ടോ. അപ്പോൾ അതിന് വെനമസ് എന്നൊരു അർത്ഥം കൊണ്ടുണ്ട്. സോ ഫെസ്റ്ററിങ് എന്ന് പറഞ്ഞാൽ ഡിക്കേയിങ്, ഡികമ്പോസിങ്, വെനമസ് എന്നുണ്ട് കേട്ടോ. ഓർത്തോണ്ട്. ഫെസ്റ്ററിങ് എന്ന് പറഞ്ഞാൽ ഡിക്കേയിങ്, ഡികമ്പോസിങ്, അതുപോലെ തന്നെ വെനമസ് എന്ന് ഒരു അർത്ഥമുണ്ട്. ഓർത്ത് വെച്ചോളൂ കേട്ടോ. ദാറ്റ് ഇസ് ഫെസ്റ്ററിങ്, മറക്കണ്ട. ഓൾ റൈറ്റ്, ലെറ്റ് മീ സീ. Okay, please be benign to dogs, otherwise they will be malignant towards you. Yes, Anandu, that's great. Truth alone prevails. Yes, it is. Festering oozes out and the meaning of ille. ഫെസ്റ്ററിങ്ങിന് ഓസസ് ഔട്ട്, ഫെസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നതാണ് വെർബിന് കേട്ടോ. അങ്ങനെ ഒരു അർത്ഥമുണ്ട് കേട്ടോ. അല്ല, അത് ഫെസ്റ്റർ ചെയ്യുക എന്ന അർത്ഥത്തിൽ വരുന്നതാണ്. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്. ഫെസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ മെയിൻ മീനിങ് ഈസ് ഇത് തന്നെയാണ് കേട്ടോ. അല്ലെങ്കിൽ വേറെ ഡീകേ ചെയ്യാം, അങ്ങനെ ഒരു അർത്ഥത്തിലാണ്. You should treat this benign tumor, otherwise it will end up in a bad situation. That's a great sentence. Religion is personal discipline for a sustainable journey. It shouldn't be peeping in our professional world. Satyam. അത് വേറൊരു കമ്പാർട്ട്മെന്റ്. സോ നമ്മുടെ ലൈഫിൽ ഒരു പ്രശ്നം എന്താ വെച്ചാൽ വി ആർ നോട്ട് റെഡി ടു കമ്പാർട്ട്മെന്റലൈസ് തിങ്സ്. ലൈഫിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പേഴ്സണൽ ലൈഫ് ഈസ് അനദർ കമ്പാർട്ട്മെന്റ് ആണ്. അതുപോലെ നമ്മുടെ റിലീജിയസ് ലൈഫ് ഇസ് അനദർ കമ്പാർട്ട്മെന്റ് അല്ലേ. പേഴ്സണൽ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി, നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു കമ്പാർട്ട്മെന്റിൽ മാറ്റി വെക്കുക. ആൻഡ് റിലീജിയസ് ലൈഫ് ആൻഡ് സ്പിരിച്വാലിറ്റി തിങ്സ് ലൈക്ക് ദാറ്റ് ഒക്കെ വേറൊരു കമ്പാർട്ട്മെന്റ് വെക്കുക. അതൊക്കെ നമ്മുടെ ചിന്താഗതി ആൻഡ് ഐഡിയോളജിയിൽ പെടുന്ന. അപ്പം നമ്മുടെ ഐഡിയോളജീസ് ഒക്കെ വേറൊരു രീതിയിൽ ഇങ്ങനെയുള്ള സെൻസിറ്റീവ് ചിന്താഗതി തിങ്സ്, റിലീജിയൻ എന്ന് പറയുന്ന സാധനമൊക്കെ, കാസ്റ്റ്, നമ്മുടെ കസ്റ്റംസ് ആൻഡ് ട്രഡീഷനൊക്കെ ഒരു കമ്പാർട്ട്മെന്റിൽ കൊടുക്കുക. ആൻഡ് അടുത്ത കമ്പാർട്ട്മെന്റ് നമുക്ക് പ്രൊഫഷണൽ ലൈഫ് കൊടുക്കാറുണ്ട് അല്ലേ. അതുപോലെ നമുക്കൊരു ഇന്റിമേറ്റ് സ്പേസ് ഉണ്ട്. അത് എൻ്റെ മാത്രം സ്പേസ് ആണ്. എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ കാര്യങ്ങൾ, അതിൽ വേറെ ആരെയും കൈ കടത്താൻ പാടില്ല. നമ്മുടെ ഇന്റിമേറ്റ് സ്പേസ് നമ്മൾ ആരെയും അങ്ങനെ, അത് നമുക്ക് വേണ്ടി മാത്രമുള്ള ഏറ്റവും അടുത്ത ആൾക്കാരെ പോലും നമ്മൾ കടത്തില്ല. പേഴ്സണൽ സ്പേസിൽ ഇടുള്ളൂ. പിന്നെ സോഷ്യൽ സ്പേസ് ഉണ്ടല്ലേ, നമ്മൾ അത്യാവശ്യം ഒരു സോഷ്യൽ സർക്കിളിനെ കീപ്പ് ചെയ്യുന്ന ഒരു സോഷ്യൽ സ്പേസ് ഉണ്ട്. അങ്ങനെ എല്ലാത്തിനെയും കമ്പാർട്ട്മെന്റലൈസ് ചെയ്ത ലൈഫ് ഇസ് സോ ബ്യൂട്ടിഫുൾ. അല്ലെങ്കിൽ ഈ പണിയൊക്കെ വരും. നമ്മൾ പേഴ്സണൽ സ്പേസിൽ കൊണ്ട് റിലിജൻ ഇട്ട് കൊടുക്കുകയോ, അല്ലെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ റിലിജൻ ഇട്ട് കൊടുക്കുകയോ, ഓർ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ റിലിജൻ ഇട്ട് കൊടുക്കുകയോ, അല്ലെങ്കിൽ റിലിജൻ, കാസ്റ്റ്, കസ്റ്റം, ട്രഡീഷൻ ഒക്കെ നമ്മൾ കൊണ്ട് പ്രൊഫഷണൽ ലൈഫിൽ ഇട്ട് കൊടുത്തോ, പണിവാളി. അതാണ് പ്രശ്നം. സോ ആ കമ്പാർട്ട്മെന്റ് ആയിട്ട് തന്നെ കൊണ്ടുപോകാം. അങ്ങനെ നമ്മൾ ആ അറയിലിട്ട് നിങ്ങൾ പൂട്ടി വെച്ച പരിപാടി തീരും. ആവശ്യമുള്ളപ്പോൾ മാത്രം നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ആവശ്യമുള്ളപ്പോൾ മാത്രം ഉപയോഗിക്കുക. എല്ലായിടത്തും ഉപയോഗിക്കാൻ നിൽക്കരുത്. അതൊരു പ്രശ്നമാണ്. So that's it. So let's move. My classmates' festering attitude towards others made him alone. That's a great sentence. Religion festers unity. Oh yeah, yes. അതൊരു പ്രശ്നമാണ്. തമ്മിൽ വഴക്കാവും. പിന്നെ അത് എപ്പോഴുള്ള റിലീജിയൻ വെച്ച് തുടങ്ങിയോ, പണിവാളി. I should prevail my goals. That's great. Unfortunately, Narendra Modi faced a question from a journalist in USA. She asked to the PM about the spiraling hate campaign took place against minority. Yeah. King Cobra is a festering snake. Yes, it is. A container carrying festering fish is snatched. All right. Mother Teresa helped patients with festering wounds in their body. All right. ഇല്ല, അയ്യോ ഇല്ല. മാംഗോ പഴുക്കുന്ന ഒരിക്കലും ഫെസ്റ്ററിങ് വരില്ല. അതാ ഞാൻ പറഞ്ഞേ. പഴുത്ത് നമ്മൾ പറയില്ലേ, എന്താ മുറിവ് നമുക്കൊരു മുറിവ് ഉണ്ടായി കാലിൽ, അല്ലെങ്കിൽ കാലിലോ കയ്യിലോ ഒക്കെ മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ അത് പഴുക്കാന്ന് പറഞ്ഞാൽ ഈസ് ഇറ്റ് എ ഗുഡ് തിങ്? നല്ല കാര്യമാണോ? അല്ല, അത് നല്ല കാര്യമല്ല. പക്ഷെ മാങ്ങ പഴുക്കുക, റൈപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു നല്ല കാര്യമാണ് അല്ലേ. അതിന് നമ്മൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ പറയുള്ളൂ. പക്ഷേ ഈ സാധനം ഈസ് എ നെഗറ്റീവ് വേർഡ്. അപ്പോൾ ഓർക്കണം, ഈ ഫെസ്റ്ററിങ് ഈസ് എ നെഗറ്റീവ് വേർഡ്. വ്യത്യാസമുണ്ട്, ഓർത്ത് വെച്ചോണം. മാങ്ങ പഴുക്ക ഈസ് റൈപ്പനിങ് എന്നാ പറയുന്നത്. റൈപ്പൻ ചെയ്യുക, റൈപ്പനിങ് എന്ന് പറയും കേട്ടോ. അത് വേറെ. ഇത് പഴുക്ക, മുറിവൊക്കെ പഴുക്കുക എന്ന് പറയുന്നത് അല്ലേ, അത് നമ്മളെ എന്താ പറയുക, മുറിവ് പഴുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര മോശമാണ്. അത് എന്താ പറയുക, എന്താണ്
സെപ്റ്റിക്കായി പണിയായി പ്രശ്നമൊക്കെ ആയി അതാണ്. പക്ഷേ മാങ്ങ പഴുക്കുന്ന നമുക്ക് മാങ്ങ കഴിക്കാൻ ഇഷ്ടമുണ്ട്, അത് നല്ല കാര്യമല്ലേ? സോ ദാറ്റ്സ് എ ഗുഡ് തിങ് ആൻഡ് ദാറ്റ്സ് എ ഗുഡ് അഡ്ജക്റ്റീവ് ആൻഡ് ദിസ് ഇസ് എ നെഗറ്റീവ് അഡ്ജക്റ്റീവ്. പോസിറ്റീവ് ആൻഡ് നെഗറ്റിവിറ്റി അതിലുണ്ട്, ഒന്ന് ഓർത്തോണ്ട് കേട്ടോ. മീനിങ് മലയാളത്തിൽ ഇപ്പം ഞാൻ പറയില്ലേ, സെറ്റിൽ എന്ന വെർബിന് രണ്ടർത്ഥമുണ്ട്. ഒന്നെന്താ, ഞാൻ സെറ്റിൽ ചെയ്യാട്ടോ, ഫണ്ട് ഞാൻ സെറ്റിൽ ചെയ്യാട്ടോ എന്ന് പറയുമ്പോൾ ആ പൈസ ഞാൻ സെറ്റിൽ ചെയ്തേക്കാം എന്ന് പറയുന്നതും, എന്നാൽ അതേ സമയത്ത് ഞാൻ ഇവിടെ സെറ്റിൽഡ് അയക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ന സ്ഥലത്താണ് സെറ്റിൽഡ് അയക്കുന്നത് എന്ന് പറയുമ്പോൾ താമസിക്കുന്നത്, അതായത് ലൈഫൊക്കെ ഒന്ന് സെറ്റിലായി താമസം ഒരു ഇങ്ങനെ നമ്മളവിടെ ഫിക്സ്ഡ് ആയിട്ട് താമസം ഒരു റെഡിയാക്കുന്ന ഒരു സ്ഥലം, ദാറ്റ് ഇസ് സെറ്റിൽ ഒന്ന്, മറ്റേ സെറ്റിലും ഉണ്ട്. അപ്പം ഒരു വേർഡിന് തന്നെ പല മീനിങ് ഇല്ലേ, അതേപോലെ ഈ പഴുക്ക എന്നുള്ള മീനിങ്, പഴുക്ക നല്ല രീതിയിൽ പഴുക്കമുണ്ട്, അതുപോലെ നെഗറ്റീവ് സെൻസും ഉണ്ട്. മലയാളത്തിൽ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ, നമ്മൾ ശ്രദ്ധിക്കണം. മൂവിങ് ഓൺ, അടുത്ത സെറ്റിലോട്ട് കൊണ്ടുപോകാലോ. അടുത്ത സെറ്റ് പിടിച്ചോ, ഡെൻറ്റ്. നൗണും ഉണ്ട് വേർബും ഉണ്ട്. ഡെൻറ്റിൻ്റെ അർത്ഥം ഡിൻറ്റ്, ഒരു കുഴി, അതിനാണ് ഡിൻറ്റ് എന്ന് പറയാം കേട്ടോ. കുഴി, ഒരു ചെറിയൊരു കുഴി, അതിനാണ് ഡിൻറ്റ് പറയാം. അപ്പൊ കുഴി വരുന്ന എന്താ, ശരിയോ സാധനം എന്താ, റിഡക്ഷൻ, ഒരു കുറവ്, എന്തിൻ്റെ ഒരു കുറവിനെയാണ് കുഴി എന്ന് പറയാം. സോ ദാറ്റ് ഇസ് റിഡക്ഷൻ. ഡെൻറ്റിന് റിഡക്ഷൻ എന്നൊരു അർത്ഥമുണ്ട്, ഡിൻറ്റ് എന്ന അർത്ഥമുണ്ട്. അപ്പൊ അത് വേർബായിട്ട് പറയുമ്പോൾ ഇൻഡെൻറ്റ് ചെയ്യുക, കുഴിവ് വരിക, ഓർ ഡിമിനിഷ് ചെയ്യുക, കുറയുക, ലെസൺ ചെയ്യുക, വീക്കൻ ചെയ്യുക, അങ്ങനെ അങ്ങനെ അങ്ങനെ. അതാണ് ഡെൻറ്റ് എന്ന വാക്ക്. പഠിച്ചിട്ടുണ്ട് നമ്മൾ, പുതിയ വാക്കൊന്നുമല്ല. ഡെൻറ്റ് എന്ന വാക്ക് നൗണും ഉണ്ട്, അതുപോലെ വേർബും ഉണ്ട്. ലൈവിൽ ഇത്രയും പേരില്ല പിള്ളേരെ, ഒരു ലൈക്ക് ഇട്ടേ, ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, അതുപോലെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ തംസപ്പ് ഇട്ട് നമ്മുടെ ചാറ്റ് ബോക്സിൽ. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലൈക്ക് ഇടാം. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, കാര്യങ്ങൾ ഉഷാറായിട്ട് നടക്കട്ടെ. ഇനി നിങ്ങളുടെ സെന്റൻസിലോട്ട് വരാം ഞാൻ. ഗുഡ് മോർണിംഗ് സോനൽ. ഓക്കെ, എവിടെ വരെ എത്തി? ഓക്കെ, യാ, സ്പൈറലിംഗ് ഇൻ ദ ഫീവർ കേസസ്. ഓക്കെ, സ്പൈറലിംഗ് ഇൻ ദ ഇൻക്രീസിങ് ഇൻ, അങ്ങനെയല്ല, സ്പൈറലിംഗ് ഇൻ ദ ഫീവർ കേസ് അല്ല, ഇങ്ങനെ കൊടുക്കട്ടെ എമ്മിലെ. സ്പൈറലിംഗ് ഫീവർ കേസസ് ഒക്കേർഡ് ഡ്യൂ ടു ക്ലൈമറ്റ് ചേഞ്ച് കേട്ടോ. ഇൻക്രീസിങ് ഫീവർ കേസസ് ഒക്കേർഡ് ഡ്യൂ ടു ക്ലൈമറ്റ് ചേഞ്ച് എന്ന് കൊടുക്കാം. സ്പൈറലിംഗ് ഇന്ന് പറയില്ല നമ്മൾ. ഇൻക്രീസ് ഇൻ, ഒരു കാര്യത്തിൻ്റെ വികസനം എന്ന രീതിയിൽ ഇൻക്രീസ് പറയാം. ഉയർച്ച അല്ലെങ്കിൽ നമ്പർ കൂടുക എന്നുള്ള അർത്ഥത്തിൽ പറയാം. ഇൻക്രീസ് ഇൻ സംതിങ് എന്ന് പറയാം. അത് ജെറണ്ടായിട്ട് ഉപയോഗിക്കും, അതിലൂടെ ഒബ്ജക്റ്റീവ് ആണ്. സ്പൈറലിന് ഒബ്ജക്റ്റീവ് ആണ്. സ്പൈറലിംഗ് ഇൻ ദ, അതാണ് ഒബ്ജക്റ്റീവ് ഫീവർ കേസസ് എന്ന് പറയുന്നത്. സ്പൈറലിംഗ് ദ ഫീവർ കേസസ് പറയണം. ഈജിപ്റ്റ് കീപ്സ് എ ബിനൈൻ റിലേഷൻഷിപ്പ് വിത്ത് ഇന്ത്യ. ദാറ്റ്സ് ഗ്രേറ്റ്. സിറ്റുവേഷൻ വേഴ്സ് ആകുന്നത് ഫെസ്റ്ററിംഗ് അല്ലേ? അല്ല, സിറ്റുവേഷൻ വേഴ്സ്റ്റ് ആവുന്നത് എക്സാസബേറ്റിംഗ് ആണ്. അത് എക്സാസബേറ്റിംഗ് അല്ലെങ്കിൽ വേഴ്സണിങ്, അഗ്രവേറ്റിംഗ്, ഇന്റൻസിഫൈങ് എന്നൊക്കെ പറയും. അത് ഫെസ്റ്ററിംഗ് അല്ല, വഷളാവുകയല്ല കേട്ടോ. വഷളാവുകയാണെങ്കിൽ ഒരിക്കലും ഡീക്കേയിങ്, ഡീകമ്പോസിങ് എന്ന് നമ്മൾ പറയില്ല. അത് നശിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്ന അർത്ഥം. ഈ ഒരു കാര്യം നശിച്ചുകൊണ്ടിരിക്കുക എന്നർത്ഥം. എന്നാൽ ഒരു കാര്യം നടക്കുന്ന ഒരു കാര്യം വഷളായിക്കൊണ്ടിരിക്കുകയാണ്, പ്രോബ്ലം കുറച്ചുകൂടെ എന്താ പറയുക, ഇപ്പം നമ്മളൊരു പ്രൊട്ടസ്റ്റ് നടത്തുകയാണെന്ന് വിചാരിക്കാം. കുറച്ച് ആൾക്കാർ നമ്മൾ ഒരു പ്രൊട്ടസ്റ്റ് നടത്താണ്. അപ്പോൾ ആ പ്രൊട്ടസ്റ്റ് വഷളാവുന്ന എപ്പോഴാണ്? ഒരു കല്ലെടുത്ത് അവൻ എറിയുന്നു പോലീസിന് നേരെ, പോലീസ് അങ്ങ് ദേഷ്യം വരുന്നു. അപ്പോൾ ഒരു വിഷയത്തിന് വഴിതിരിച്ച് അത് വേറെ ലെവലിലോട്ട് പോകുന്നത് ഈസ് ഡിഫറെൻറ്റ്. ഡീക്കേയിങ് ഈസ് ഡിഫറെൻറ്റ്. വ്യത്യാസം മനസ്സിലായോ? ഡീക്കേ നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതാണ് കേട്ടോ. വ്യത്യാസം ഉണ്ട് കേട്ടോ, ശ്രീകല ശ്രദ്ധിക്കണം. കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കുകയാണ്, ലൈക്ക് അത് തന്നെ സർ, അത് തന്നെ, അത് വേറെ. Festering vegetables is good manure for plants which helps to grow fast and to get good yield. That's great. She was affected by a festering infection. Great. All right. Good morning, Sonal. I'm trying to change my trajectory. All right. That's a great sentence, Adda. The dent in sales affected her business. Great. Okay. He was one of my benign friends. That's great. Denting social values affects budding talents in FB. Yes. The car hit at the brink of the wall and averted a big accident. That's great. Can you endorse him to overcome a difficult situation? That's a great sentence. നോക്കാം. അടുത്ത് endorse ചെയ്യുക. നിങ്ങൾ endorse എന്ന noun കേട്ടിട്ടുണ്ടാവും. endorsement. endorse എന്ന noun ഉണ്ട്, endorsement. ഞാനത് പഠിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് അല്ലേ, endorsement. അപ്പോൾ endorsementന്റെ verb ആണ് endorse ചെയ്യുക. സോ എൻഡോഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു കാര്യം അഡ്വക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നാണ് അർത്ഥം കേട്ടോ. അതിനെ പിന്താങ്ങുക, അപ്രൂവ് ചെയ്യുക, ബാക്ക് ചെയ്യുക അല്ലേ. ഐ ബാക്ക് ദ സിറ്റുവേഷൻ. ഞാൻ ആ സിറ്റുവേഷൻ ബാക്ക് ചെയ്യും, ഞാൻ ആ സിറ്റുവേഷനെ സപ്പോർട്ട് ചെയ്യും, അപ്രൂവ് ചെയ്യും അല്ലേ, അഡ്വക്കേറ്റ് ചെയ്യും. അതിനാണ് എൻഡോഴ്സ് ചെയ്യുക പറയാം കേട്ടോ. ഒരു കാര്യത്തോട് നമ്മൾ കൂടിച്ചേർന്ന് അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതിനെയാണ് നമ്മൾ എൻഡോഴ്സ് ചെയ്യുക എന്ന് പറയാം. എന്നാൽ അടുത്ത വാക്ക് നോക്കിയേ, അതാണ് എൻഡോഴ്സ്മെന്റ് നൗൺ കേട്ടോ. സപ്പോർട്ട് നൗണും ഉണ്ട്, വേർബും ഉണ്ടല്ലോ, സെയിം സാധനം. അടുത്തത് ബ്രിങ്ക്. ബ്രിങ്ക് കേട്ടിട്ടുണ്ടോ? അങ്ങ് ഏറ്റവും അറ്റത്ത് എക്സ്ട്രീം എഡ്ജിൽ നിൽക്കുന്ന ഒരു കാര്യത്തിനാണ് നമ്മൾ ബ്രിങ്ക് എന്ന് പറയാം.
എഡ്ജ് എന്നാണ് ബ്രിഗ് എന്ന് പറയുന്നത്. ലൈക്ക് എഡ്ജ് അല്ലെങ്കിൽ വേർജ്, മാർജിൻ, റിം, ബോർഡർ, ഫ്രിഞ്ച് എന്നൊക്കെ പറയാം. കയ്യാലപ്പുറത്തെ തേങ്ങ കേട്ടോ ഇതിൻ്റെ അവസ്ഥ. ഡോണ്ട് ബി ഓൺ ദി ബ്രിങ്ക്. വെറുതെ ബ്രിങ്കിൽ പോയി നിൽക്കല്ലേ, അവസാനം അങ്ങ് കൊണ്ട് ലൈക്ക് കയ്യാലപ്പുറത്ത് പോയി നിൽക്കല്ലേ, അവസാനം അങ്ങോട്ട് വേണം വീണ്ടും പോകും എന്നൊക്കെ പറയില്ലേ, അതാണ് ഈ ബ്രിങ്കിൻ്റെ അർത്ഥം കേട്ടോ. ബ്രിങ്ക് അങ്ങേ എഡ്ജ് എക്സ്ട്രീം എഡ്ജിലാണ് ബ്രിങ്ക് എന്ന് പറയാം. അടുത്ത അവോട്ട്. അവോട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു, 2 ദിവസം മുമ്പ് അല്ലേ. അവോട്ട് ചെയ്യുന്നത് ടേൺ അവേ, ഒരു കാര്യത്തിൽ നമ്മൾ മുഖം തിരിക്കുകയാണ്. എന്തുകൊണ്ടാ വെച്ചാൽ നമുക്കത് വേണ്ട, വി ആർ ജസ്റ്റ് ട്രൈങ് ടു അവോയ്ഡ് ദാറ്റ് അല്ലേ. സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. വാർഡ് ഓഫ്, അതിനെ ഒഴിവാക്കി വിടുക, ജസ്റ്റ് നൈസായിട്ട് ഒഴിവാക്കുക, അതാണ് അവോയ്ഡ് ചെയ്യുക പറയാം. പ്രിവെന്റ് ചെയ്യുക, അവോയ്ഡ് എ ക്രൈസിസ്. യു നീഡ് ടു അവോയ്ഡ് എ ക്രൈസിസ് ബൈ എന്താ പറയുക, ബൈ കമ്പോസിങ് സം പോളിസീസ്. കുറച്ച് പോളിസീസ് കമ്പോസ് ചെയ്യുക, കുറച്ച് പോളിസീസ് നിങ്ങൾ മുന്നോട്ട് വെക്കുക. പുട്ട് ഫോർവേഡ് സം പോളിസീസ് ടു അവോയ്ഡ് ദ ക്രൈസിസ്. ക്രൈസിസിനെ അവോയ്ഡ് ചെയ്യുക, പ്രിവെന്റ് ചെയ്യുക, അത് വരാതിരിക്കാൻ നിങ്ങൾ നോക്കുക. അതിന് വേണ്ടിയിട്ടാണ്, അതിനെയാണ് അവോയ്ഡ് ചെയ്യുക എന്ന് പറയാം. അറിയാലോ, അവോയ്ഡ്. ഓക്കെ, ദാറ്റ് ഈസ് അവോയ്ഡ്. ഓൾ റൈറ്റ്, ഓർത്തോണം. അപ്പം നമ്മൾ ഒരു കാര്യത്തോട് ടേൺ അവേ ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ നൈസായിട്ട് മൈൻഡ് ചെയ്ത് വിടുകയല്ലേ. അപ്പോൾ നമ്മളൊരു കാര്യത്തിനെ മൈൻഡ് ചെയ്യാതെ വിടുന്നതിനെ നമ്മൾ പറയുന്നൊരു പേരെന്താ, അവേർഷൻ എന്നാണ് അല്ലേ. അവേർഷൻ ടുവേർഡ്സ് സംതിങ് അല്ലേ. എനിക്ക് അതുകൊണ്ട് വലിയ താല്പര്യമില്ല, ഞാൻ അതിനെ മൈൻഡ് ചെയ്യാറില്ല, അതിനാണ് അവേർഷൻ. നൗൺ ഉണ്ട് കേട്ടോ, ഓർക്കണം. അവോയ്ഡ് ചെയ്യേണ്ട നൗൺ ഫോർമുലേഷനാണ് അവേർഷൻ, അത് മറക്കണ്ട. അടുത്തത് റിസൗണ്ടിങ്. റിസൗണ്ടിങ് ഒരു പോസിറ്റീവ് ഒബ്ജക്റ്റീവ് ആണ്. റിസൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഒബ്ജക്റ്റീവ് ആണ്. അർത്ഥം കേട്ട് പരിചയമുള്ളതായിരിക്കും. റിസൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എനോമസ്, ഹ്യൂജ്, നമ്മൾ പറയില്ല ഭയങ്കര പോലെ മാസീവ്, അതിനൊക്കെയാണ് റിസൗണ്ടിങ് എന്ന് പറയുക. റിസൗണ്ടിങ് സക്സസ് ഇൻ ദ ഇലക്ഷൻ എന്ന് കേട്ടില്ലേ. ഓ എന്നെ വിജയമായിരുന്നല്ലോ അങ്ങേരുടെ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. റിസൗണ്ടിങ് മാസീവ് ആയിട്ടുള്ള വിജയം, റിസൗണ്ടിങ് സക്സസ് എന്നൊക്കെ പറയാം. ഇപ്പം ഞാനിന്ന് പറഞ്ഞില്ലേ, നമ്മുടെ അവിടെയാണ് ഗ്രീസിൽ പുള്ളിക്കാരൻ വിജയിച്ചു എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസൗണ്ടിങ് സക്സസ് ആണ്. അപ്പം അതിനെ എന്ന് പറയുന്നതാണ് റിസൗണ്ടിങ് സക്സസ് എന്നൊക്കെ പറഞ്ഞ് ഇലക്ഷനെ കാര്യപ്പറ്റിയൊക്കെ. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് റിസൗണ്ടിങ്ങിന്. സൗണ്ട് അല്ലേ, ശബ്ദം മാറ്റൽ കൊള്ളുക എന്നൊരു അർത്ഥമില്ലേ. അതിങ്ങനെ മുഴങ്ങി കേൾക്കാണ്. അത് എല്ലായിടത്തും ഒരാളുടെ പേര് തന്നെ മുഴങ്ങി കേൾക്കുന്നത് എന്തുകൊണ്ടാണ്? അത്രമാത്രം അയാൾ അവിടെ മൊത്തം അയാളുടെ ഇൻഫ്ലുവൻസ് അവിടെ വന്നു, അതുകൊണ്ടല്ലേ. സോ ദാറ്റ് മീൻസ് ലൗഡ് അല്ലെങ്കിൽ റിവർബറന്റ് എന്നാണ് അർത്ഥം. റിവർബറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മാറ്റൽ കൊണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ദാറ്റ് ഈസ് റിസൗണ്ടിങ്. അപ്പോൾ ഓർത്തോളം, റിസൗണ്ടിങ് എന്ന അഡ്ജക്റ്റീവിന്റെ 2 അർത്ഥം ഓർത്ത് വെച്ചോളാം. എനോമസ്, ഹ്യൂജ് അല്ലെങ്കിൽ മാസീവ്, അതുപോലെ തന്നെ റിവർബറന്റ് ആൻഡ് ലൗഡ് എന്നത് ഓർത്ത് വെച്ചിട്ടുണ്ട്. ഈ റിവർബറേഷൻ എന്നൊക്കെ നൗൺ കേട്ടിട്ടില്ല, അതിൻ്റെയാണ് റിവർബറന്റ് എന്ന അഡ്ജക്റ്റീവ്. അപ്പോൾ ഓർത്ത് വെച്ചോണം, റിസൗണ്ടിങ് എന്ന വാക്കിന്റെ അർത്ഥം എനോമസ്, മാസീവ്, ഹ്യൂജ് ഒക്കെ. അതുപോലെ തന്നെ മാറ്റൽ കൊള്ളുക എന്നുള്ള അർത്ഥത്തിലാണ് റിവർബറന്റ് എന്ന അർത്ഥം, ലൗഡ് എന്ന അർത്ഥം ഓർത്ത് വെച്ചോളാം കേട്ടോ. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. Yes, let me see your sentence. The professor endorsed him to continue the experiment. Great. Government is trying to make a dent in vegetable price as it got a surge in last week. Great. Ashok endorsed her achievements. Okay. My family endorsed my decision. My family endorse alla, Alina. My family endorses. Family singular. അപ്പോൾ അത് വേർബ് സിംഗുലർ ആയിട്ട് കൊടുക്കുമ്പോൾ വേർബ് സിംഗുലർ കൊടുക്കൂ. എൻഡോഴ്സസ് മൈ ഡിസിഷൻസ് കൊടുക്കും കേട്ടോ. പ്രൊഫസർ എൻഡോഴ്സ് അസൈൻമെന്റ്. ഗ്രേറ്റ്. It's high time we endorse. ശ്രീകല, അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇറ്റ്സ് ഹൈ ടൈം കഴിഞ്ഞാൽ വി എൻഡോഴ്സ് എന്ന് കൊടുക്കുന്നത് പാസ്റ്റ് കൊടുക്കുക. വി എൻഡോഴ്സ്ഡ്. ഇറ്റ്സ് ഹൈ ടൈം കഴിഞ്ഞിട്ട് അടുത്തൊരു ക്ലോസ് വരികയാണെങ്കിൽ ശ്രദ്ധിച്ചോണേ, അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു യൂസേജാണ്. ഇറ്റ് ഇസ് ഹൈ ടൈം അല്ലെ ഇറ്റ്സ് ടൈം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കുന്ന ആ ടൈം ഫ്രേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ ക്ലോസിന് ശേഷം വരുന്നൊരു അടുത്ത ക്ലോസ് സബ്ജക്റ്റ് വന്നാൽ പിന്നെ വരേണ്ടത് V2 ആയിരിക്കണം. അതായത് ഇറ്റ്സ് ഹൈ ടൈം വി ഡിഡ് ഇറ്റ്, ഇറ്റ്സ് ഹൈ ടൈം വി ടോക്ഡ് അബൌട്ട് ഇറ്റ്, ഇറ്റ്സ് ഹൈ ടൈം വി പ്രൊട്ടസ്റ്റഡ് അഗൈൻസ്റ്റ് ഇറ്റ്, ഇറ്റ്സ് ഹൈ ടൈം വി മെയ്ഡ് എ ചേഞ്ച് എന്നൊക്കെയാണ് പറയാം. അപ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് നമ്മൾ റിഗ്രറ്റ് സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൈം ക്ലോസാണ്. ഇതൊരു ടൈം ക്ലോസ് ആണ്. എന്ത് സൂചിപ്പിക്കാനാ? നമ്മുടെ റിഗ്രറ്റ് സൂചിപ്പിക്കുക, നേരത്തെ ചെയ്യേണ്ടതായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഈ സെന്റൻസിൽ എന്നാ വരണമെന്ന് അറിയാമോ? ഇറ്റ്സ് ഹൈ ടൈം വി എൻഡോഴ്സ്ഡ്, നമ്മൾ നേരത്തെ സപ്പോർട്ട് ചെയ്യേണ്ടതായിരുന്നു ആക്ഷൻ അഗൈൻസ്റ്റ് മാരിറ്റൽ റേപ്പ് കേസസ് എന്നാണ് കേട്ടോ. ഇറ്റ്സ് അല്ലെങ്കിൽ അത് ചെയ്യണം എന്നുള്ള രീതിയിലാണ് പറയുന്നതെങ്കിൽ അങ്ങനെ കൊടുക്കണം. ഇറ്റ്സ് ടൈം ടു എൻഡോഴ്സ് against action, sorry, it's time to endorse action against marital rape cases കേട്ടോ. അങ്ങനെയാണ് ടു ഇൻഫിനിറ്റീവ് കൊടുക്കണം. ഇറ്റ്സ് ടൈം ടു ഭാവിയിലെ ഒരു കാര്യം ചെയ്യണം എന്ന് പറയാനാണെങ്കിൽ അതിന് എപ്പോഴും കൊടുക്കുന്ന ഇങ്ങനെയാണ്, ഇറ്റ്സ് ഹൈ ടൈം ടു എൻഡോഴ്സ് ആക്ഷൻ അഗൈൻസ്റ്റ് മാരിറ്റൽ റേപ്പ് കേസസ്. അപ്പോൾ ടു ഇൻഫിനിറ്റീവ് കൊടുത്ത നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടൊരു കാര്യത്തെ പറ്റി പറയാം. അല്ലെങ്കിൽ ഒരു ക്ലോസ് കഴിഞ്ഞാൽ അടുത്ത ക്ലോസ് വരികയാണെങ്കിൽ ഉറപ്പായിട്ട് V2 കൊടുക്കാവുള്ളൂ. കാരണം റിഗ്രറ്റ് സൂചിപ്പിക്കാനാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. മറക്കല്ല, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെൻസിലെ ഒരു ചോദ്യം ഇത് എപ്പോഴും വരാറുണ്ട്. Okay, I hope it is clear, Srikala. Even the party members shouldn't endorse a leader's statement. That's great. Religious view, family course.
Dent happiness of lovers. ഇല്ലല്ലോ അത് തെറ്റിയല്ലോ. അത് തെറ്റിയല്ലോ ലുലു. റിലീജിയസ് വ്യൂ ഓഫ് ഫാമിലി റിലീജിയസ് വ്യൂ ഓഫ് ഫാമിലി എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്. കോസസ് എന്ന് കൊടുക്കാം. കോസസ് എ ഡെന്റ്, ഒരു കുറവ്. കോസസ് എ ഡെന്റ് ഇൻ ഹാപ്പിനെസ് ഓഫ് ലവേഴ്സ് എന്ന് കൊടുക്കണം. ഒന്നുകൂടെ പറഞ്ഞുതരാം. റിലീജിയസ് വ്യൂ ഓഫ് ഫാമിലി കോസസ്. കാര്യം റിലീജിയസ് വ്യൂ എന്ന് പറഞ്ഞ വ്യൂ അവിടെ സിംഗുലർ ആയതുകൊണ്ട് വെർബ് സിംഗുലർ കൊടുക്കുക, കോസസ് കൊടുക്കുക. എ ഡെന്റ്, ഒരു റിഡക്ഷൻ, ഒരു കുഴി. എ ഡെന്റ് ഇൻ ഹാപ്പിനെസ് ഓഫ് എ ഡെന്റ് ഇൻ ഹാപ്പിനെസ് ഓഫ് ലവേഴ്സ് കൊടുക്കുക കേട്ടോ എന്ന് കൊടുക്കണം. How can you avoid your best friend from your life? That's great. Don't avoid your goals for others. That's a great sentence. The accidental death of a father led her to the brink of depression. Great sentence. He avoided towards her festering attitude. Great. The resulting cyclone buffeted the coastal inhabitants. Okay, don't endorse any unfair practice. All right. Nowadays there is dent of cockroaches in the kitchen. Reduction alle. Okay. To know about എനിക്ക് പെട്ടെന്ന് പരസ്യം ഓർമ്മ വന്നു. To know about an കേട്ടോ ഹരിത, sorry for that. പെട്ടെന്ന് എനിക്ക് പരസ്യം ഓർമ്മ വന്നുകൊണ്ട് ഞാനിങ്ങനെ ചിരിച്ച്. To know about an Indian origin, British PM is resounding. To know about an Indian origin, British to know about an Indian origin. അല്ലല്ല. Knowing about Indian origin, British PM is resounding എന്ന് കൊടുക്കാം. അങ്ങനെ കൊടുക്കാം. തൊപ്പി റിസൗണ്ടിങ് ഇൻ സോഷ്യൽ മീഡിയ. തൊപ്പി ഈസ് റിസൗണ്ടിങ് എന്ന് കൊടുക്കണം കേട്ടോ. അത് വേറൊരു കേസ്. എനിക്കറിയത്തില്ല എന്താണോ ഇങ്ങനെ സ്വഭാവം എന്ന്. ഐ ഡോണ്ട് നോ അബൌട്ട് ഹിം. പുള്ളിയെ പറ്റി എനിക്ക് ഒന്നും പറയാനില്ല. എനിക്ക് അഭിപ്രായമില്ലാത്തൊരു ആളാണ് പുള്ളിയെ പറ്റി. തൊപ്പി ഈസ് റിസൗണ്ട്, ഈസ് വേണേ അവിടെ വേർബ് കൊടുക്കണം. കാര്യം വെച്ചാൽ വേർബ് ഇല്ലെങ്കിൽ സെന്റൻസിൽ ഹാർട്ട് മിസ്സിംഗ് ആണ് ലുലു. ഇറ്റ്സ് ഹൈ ടൈം വി endorse. Yes, Rekala. Last time I reached the brink and both my sons got the punishment. Sons alla, son. Both my sons, apostrophe illatha sons. Apostrophe ഇടുന്നത് എന്താണെന്നറിയോ? സണ്ണിൻ്റെ, മകൻ്റെ എന്ന അർത്ഥത്തിലാണ്. അപ്പം നമ്മൾ മകൻ്റെ എന്നല്ലല്ലോ, എൻ്റെ മക്കൾ രണ്ടുപേരും, ആ മക്കൾ രണ്ടുപേരും എന്നല്ലേ ഷേർലി ഉദ്ദേശിക്കുന്നത്. അപ്പം ഇങ്ങനെ വരണം. ലാസ്റ്റ് ടൈം ഐ റീച്ച് ദ ബ്രിങ്ക് ആൻഡ് ബോത്ത് മൈ സൺസ് ഗോട്ട് ദ പണിഷ്മെന്റ്. അപ്പസ്ട്രോഫി ഇല്ലാത്ത സൺസ് കേട്ടോ. She had an enormous love towards him, so she tried to avoid him from marrying her at the brink of his singing career. Oh, kadayike full parnallo andu. Great. Finally we were prevailed in finding the trajectory towards Kashmir. That's great. We'll keep in mind. That's great, Shrikala. My husband endorsed me in difficult situation. ശ്രദ്ധിക്കണേ, ഹസ്ബൻഡ് സിംഗുലർ ആണ് ഹരിത. അപ്പോൾ വേർബ് സിംഗുലർ കൊടുക്കണ്ടേ. മൈ ഹസ്ബൻഡ് എൻഡോഴ്സസ് മീ കൊടുക്കുക കേട്ടോ. മൈ ഹസ്ബൻഡ് എൻഡോഴ്സസ് മീ. കാര്യം ഹസ്ബൻഡ് സിംഗുലർ, വേർബ് സിംഗുലർ കൊടുത്തേ. എൻഡോഴ്സസ് മീ ഇൻ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് കൊടുക്കുക. ലൈവിൽ ഇത്രയും പേരുണ്ട്, 50+ ആൾക്കാരുണ്ട്. ലൈക്ക് ഇട് പിള്ളേരെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടുക, മറ്റുള്ളവർക്ക് ഒരു ഷെയർ ചെയ്ത് കൊടുത്ത്. ഇതൊക്കെ ഞാൻ പറഞ്ഞു തരണോ? അങ്ങ് നോക്കി കണ്ടുകൊണ്ട് ചെയ്യണം അല്ലേ? നോക്കി കണ്ടുകൊണ്ട് ചെയ്യാം. ഓൾ റൈറ്റ്, ലെറ്റ് മീ സീ. You always need the endorse from അല്ലല്ല, തന്നെ അവിടെ എൻഡോഴ്സ്മെന്റ് ആണ്. കാര്യം എന്ന് വെച്ചാൽ ദ എൻഡോഴ്സ്മെന്റ് ആണ്. ദ എന്നൊരിക്കലും വേർബിന് നമ്മൾ ഇട്ട് കൊടുക്കില്ലോ. ദ എൻഡോഴ്സ്മെന്റ് പറഞ്ഞു. യു ഓൾവേസ് നീഡ് ദ എൻഡോഴ്സ്മെന്റ് ഫ്രം യുവർ ഫാമിലി ടു ഫൈൻഡ് ദ ട്രാജക്ടറി ഫോർ പ്രിവെയിലിംഗ് സംതിങ് കേട്ടോ. ദ എൻഡോഴ്സ്മെന്റ് കൊടുക്കണേ, എൻഡോഴ്സ് അല്ല. അവേർട്ടിങ് എനിത്തിങ് ദാറ്റ് ഡെന്റ് യുവർ വാല്യൂ you to your life. Averting anything that dent your value. ബാക്കി എന്തായാലും കംപ്ലീഷൻ ഇല്ല. അവിടെ വേർബ് ഇല്ലല്ലോ അനുപേ. വേർബ് ഇല്ലായ്മയാണ് അവിടുത്തെ പ്രശ്നം. ഏത് വേർബ്, എന്ത് വേർബാണ് നീ ഉദ്ദേശിച്ചത്? അവേർട്ടിങ് എനിത്തിങ്, അതായത് നമ്മളൊരു കാര്യത്തിനെ അവോർട്ട് ചെയ്യുന്നു, ഒഴിവാക്കുന്നു. ദാറ്റ് ഡെന്റ് യുവർ വാല്യൂ, നിന്റെ വാല്യൂവിനെ റിഡ്യൂസ് ചെയ്യുന്നതിനെ ഇസ് ഡാഷ് യു ടു യുവർ ലൈഫ്, വിൽ ടേക്ക് യു ടു ലൈഫ്, വിൽ മേക്ക് സക്സസ് ടു യുവർ ലൈഫ്. വാട്ട് ഇസ് ഇറ്റ്? അതെന്താണ്? ഗുഡ് മോർണിംഗ് ധന്യ. Bring between two families can't break their love. That's great. Certain flora and fauna are on the brink of extinction. Yes. At last, he decided to endorse his son from the brink of resounding death. That's great. Aradi, good morning. ഇപ്പം എണീറ്റുള്ളോ? അപ്പോൾ ഇതാണ് നമ്മുടെ വേർഡ്സ് പീപ്പിൾ. ദീസ് ആർ ദ വേർഡ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ വൊക്കാബുലറി. ദിസ് ഇസ് എ വൊക്കാബുലറി. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു ഓൾ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. നമ്മൾ ഒരുപാട് സെൻറ്റൻസ് ഫ്രെയിം ചെയ്തു. നിങ്ങൾക്ക് ഇപ്പോൾ ഗ്രാമാറ്റിക്കലി നിങ്ങൾ നല്ലതായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക, സബ്ജക്റ്റ് ബേസിക് ആയിട്ട് നമ്മൾ എപ്പോഴും തെറ്റ് വരുന്ന ഒരു കാര്യമാണ് സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റ്. സബ്ജക്റ്റ് ഏതാ നോക്കുക. സബ്ജക്റ്റ് സിംഗുലർക്ക് വേർബ് സിംഗുലർ കൊടുക്കാം. സബ്ജക്റ്റ് പ്ലൂറലെങ്കിൽ വേർബ് പ്ലൂറിൽ കൊടുക്കുക. ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോകുന്നുണ്ട്. എല്ലാ സെൻറ്റൻസ് മേക്കേഴ്സും അതൊന്ന് ശ്രദ്ധിച്ചോണം. അതൊന്ന് വളരെ ഫോക്കസ് ചെയ്ത് പോവുക. അതാണ് ബേസിക്കലി നമ്മൾ വരുന്ന കുറച്ച് മിസ്റ്റേക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ആർട്ടിക്കിളിലോട്ട് പോകാം. യെസ്, അപ്പോൾ മനസ്സിലായെങ്കിൽ എല്ലാവരും തംസ് ഇട്ടോളൂ. നമ്മുടെ SSC CHSL ലോങ് ടേം ബാച്ച് റണ്ണിങ്ങിലാണ്. അപ്പോൾ 2240 രൂപയ്ക്ക് നിങ്ങൾക്ക് 2400 രൂപയ്ക്ക് നിങ്ങൾക്ക് കോഴ്സ് അവൈലബിൾ ആണ്. കോഡ് അപ്ലൈ ചെയ്യാൻ മറക്കരുതേ.
ഡിസ്കൗണ്ടിന് വേണ്ടിയിട്ട് Y314 Y314 എന്ന കോഡ് അപ്ലൈ ചെയ്യുക. CHSL ബാച്ചാണ് കേട്ടോ. അതുപോലെ MTS ഇന്ന് വരികയാണ്. MTS കുറച്ചൊരു ലെവൽ കുറഞ്ഞ എക്സാമാണ്. അപ്പോൾ കുറച്ചൊരു കുറവ് മതി, അതിൽ പഠിക്കാൻ കുറച്ചുകൂടി നമുക്ക് സിംപ്ലറാണ്. പിന്നെ നിങ്ങൾക്കറിയാം CHSL ഇത്തവണ മലയാളത്തിലുണ്ട്, MTS കഴിഞ്ഞ തവണയും മലയാളത്തിലാണ്, ഇത്തവണ മലയാളത്തിലാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഇന്നതേ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന നോട്ടീസ് ഇന്നലെ മിനിഞ്ഞാന്ന് വന്നായിരുന്നു. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി പഠിച്ചു തുടങ്ങാം. 4-ാം തീയതി ജൂലൈ 4-ാം തീയതി നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത ക്ലാസ്സുകൾ ജൂലൈ 4 ആക്കിയിട്ടുണ്ട്. 2400 രൂപയ്ക്ക് കോഴ്സ് അവൈലബിൾ ആണ്. ഇതിൻ്റെ കൂടെ തന്നെ ടെസ്റ്റ് സീരീസ് ഈ ബുക്കൊക്കെ അവൈലബിൾ ആണ്. പഠിക്കാനുള്ള സ്റ്റഡി മെറ്റീരിയൽസ് കംപ്ലീറ്റ് ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ ഇഷ്ടംപോലെ ടെസ്റ്റ് സീരീസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുക ഡെയിലി ബേസിസിൽ. അതിന് വേണ്ടിയിട്ട് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. കോഡ് അറിയാലോ, ഡിസ്കൗണ്ടിന് വേണ്ടി Y314 Y314 എന്ന കോഡ് ഉപയോഗിക്കുക കേട്ടോ. അതുപോലെ നമ്മുടെ ബാങ്കിങ്ങിൻ്റെ IBPS RRB PO ക്ലർക്ക് രണ്ടിൻ്റെയും നോട്ടിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നു ഞാൻ വിചാരിക്കുകയാണ്. എക്സാം ഡേറ്റ് ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് വന്നിട്ടുണ്ട്. സെപ്റ്റംബർ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസം എക്സാം ഉണ്ട്. അപ്പോൾ പഠിക്കാനുള്ള സമയം ഇനി ഒരു മാസം, നമുക്ക് പറയാം 1-1.25 മാസം 1.5 മാസം എന്നൊക്കെ പറയാം. അപ്പോൾ അതുകൊണ്ട് ഉഷാറായിട്ടിരുന്ന് പഠിച്ചോളാം. തകൃതിയായിട്ട് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, സ്പീഡ് നോക്കുക, ആക്യുറസി വർക്കൗട്ട് ചെയ്യുക. ആൻഡ് നോക്കണം കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, സ്പീഡിനുള്ളിൽ നിങ്ങളുടെ കറക്ഷൻ എത്ര മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നോക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പരമാവധി മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ 425 മണിക്കൂറിൻ്റെ ലൈവ് ആൻഡ് റെക്കോർഡ് സെഷൻസ് അടങ്ങുന്ന ക്ലാസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 2150 രൂപയ്ക്ക് കോഴ്സ് അവൈലബിൾ ആണ്. അപ്പം ഇപ്പോൾ നിങ്ങൾ കോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 വർഷത്തേക്ക് ഈ കോഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഡബിൾ വാലിഡിറ്റി ഓഫർ ഉണ്ട്. ഏത് ബാങ്ക് എക്സാമിന് മുമ്പ് നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോഴ്സ് എടുക്കുവാണെങ്കിൽ ഡബിൾ വാലിഡിറ്റി 2 വർഷത്തേക്കുണ്ട്. കോഡ് മറക്കണ്ട, Y314 Y314 എന്ന കോഡ് അപ്ലൈ ചെയ്യാം. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ ആണല്ലോ? നോക്കട്ടെ എന്താ വെച്ച് പറഞ്ഞേ. നേരത്തെ എണീറ്റല്ലേ? ഓക്കെ, എന്നാൽ കുഴപ്പമില്ല, ക്ലാസ് ഉണ്ടായിരുന്നു. ശരി ശരി ശരി. His speech was a resounding celebration on social media. That's a great one, Anup. Endorsement of my family helps me to prevail in my life. Yes, Devika. Try to avoid toxic people and negative thoughts from our life. That's great. The brink of India and Pakistan will avoid unusual attack from the terrorists. Great. Regular viewers, Vinu, Shamas, Shahana, Sonloke, എവിടെ പോയി? ആരും വരാറില്ലല്ലോ. അല്ല, അമല നമ്മുടെ എന്താണ് സോനിലുണ്ട്. ഷഹാന ഇപ്പം മിസ്സിംഗ് ആണ്, ഷമ്മാസ് ഇപ്പം മിസ്സിംഗ് ആണ്, വിനു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടില്ല. ഞാൻ ഓർത്തു വിനുവിന് എന്നാ പറ്റിയെന്ന്. അതെന്താണാവോ? അതെ, സോനിൽ ഇവിടെ ഉണ്ട്. യെസ്. അപ്പോൾ മൂവിങ് ഓൺ, നമുക്ക് നമ്മുടെ ആർട്ടിക്കിളിലോട്ട് പോവാം. എന്തെങ്കിലും ധൃതി തിരക്കൊക്കെ ഉണ്ടാവുമായിരിക്കും, മേ ബി ദാറ്റ് ഇസ് ഇറ്റ്. അപ്പോൾ നമുക്ക് പോവാം. സ്പൈറലിംഗ് ഫുഡ് പ്രൈസസ്, ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇൻഫ്ലേഷന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്കണോമിയെ ഒരുപാട് ബാധിക്കുന്ന ഒരു ഫിനാൻസ് റിലേറ്റഡ് ആർട്ടിക്കിളാണ്. ലെറ്റ്സ് ഗോ. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, പോവാം. Policy makers must guard against inflation to ensure sustainable growth. അപ്പോൾ നമ്മൾ ഗാർഡ് അഗൻസ്റ്റ് ഇൻഫ്ലേഷനെ പ്രിവെൻറ്റ് ചെയ്യണം, അത് ഹാപ്പൻ ചെയ്യാതിരിക്കണം, ഇൻഫ്ലേഷൻ വരാണ്ടിരിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കുക എന്ന രീതിയിലാണ് ഇവിടെ പറയുന്നത്. കാരണം പോളിസി മേക്കേഴ്സ് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, നിങ്ങൾ പോളിസീസിന് മാറ്റം വരുത്തി എന്ത് വരുത്തണം, ഈ ഇൻഫ്ലേഷൻ വരുന്ന നമ്മൾ സാധാരണക്കാരെ അഫക്റ്റ് ചെയ്യാതിരിക്കാൻ എൻഷുർ ചെയ്യുക. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സസ്റ്റൈനബിൾ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ എന്നാണ് നമ്മുടെ ഓതർ ഇവിടെ പറയുന്നത്. സോ റിമെമ്പർ ദാറ്റ്, സസ്റ്റൈനബിൾ ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ, അല്ലേ, നമുക്കൊരു സസ്റ്റൈനബിൾ ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പായിട്ടും ഇൻഫ്ലേഷൻ എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ചെയ്ത് തന്നെ വെക്കണം എന്ന രീതിയിലാണ് ഓതർ പറഞ്ഞേക്കുന്നത്. ലെറ്റ്സ് സീ. ഇന്ത്യൻ ഹൗസ് ഹോൾഡ്സ് ഫൈൻഡ് ദംസെൽസ് യെറ്റ് അഗൈൻ സ്ട്രഗ്ലിംഗ് ടു cope with a sharp surge in the price of essential kitchen staples ranging from tomatoes, onions and potatoes to dal and rice. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണേ. അപ്പോൾ ഞാൻ ഒരു കാര്യത്തിന് ബ്രേക്ക് എടുത്ത് പറയാണ്. SSC എക്സാമിന് വേണ്ടി പോകുന്നവർ അല്ലെങ്കിൽ ബാങ്ക് എക്സാമിന് വേണ്ടി പോകുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതേ ഈ പറയുന്ന ആർട്ടിക്കിൾ തന്നെ നിങ്ങൾക്ക് ക്ലോസ് ടെസ്റ്റിലും പാരജമ്പിൾസിലും റീഡിംഗ് കോംപ്രഹെൻഷനിലും വരും. അപ്പോൾ അത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് നോക്കുക, ശ്രദ്ധ കറക്റ്റായിട്ട് കോംപ്രഹെൻഷൻ നോക്കുക കേട്ടോ. അതുപോലെ PSC എക്സാം എഴുതുന്നവരാണെങ്കിൽ ഇതിലെ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ചേക്ക് നോക്കുക, അതെങ്ങനെയാണ് അത് യൂട്ടിലൈസ് ചെയ്തേക്കുന്നത്, ഉപയോഗിച്ചേക്ക് നോക്കുക, എന്നിട്ട് അതിൽ നോട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് വരും. അങ്ങനെ വേണം നിങ്ങളതിനെ ആർട്ടിക്കിളിനെ കാണാൻ കേട്ടോ, ചുമ്മാ കേട്ടിരിക്കാൻ വേണ്ടി നോക്കരുത് കേട്ടോ. ലെറ്റ്സ് മൂവ്. അപ്പോൾ നമ്മൾ പറയുകയാണ് എസെൻഷ്യൽ കിച്ചൺ സ്റ്റേപ്പിൾസിന് എല്ലാത്തിനും വില കൂടി. അതിപ്പോൾ ടൊമാറ്റോസ് ആണെങ്കിലും അനിയൻസ് ആണെങ്കിലും പൊട്ടേറ്റോസ് ആണെങ്കിലും, പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഉപയോഗിക്കുന്ന ടർഡാലുണ്ട്, പിന്നെ റൈസ്, നമ്മുടെ സ്റ്റേപ്പിൾ ഫുഡായ റൈസ്, ഇതിനൊക്കെ പൈസ കൂടി, വിലകയറ്റം ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്ത്. ഇതൊക്കെ ഇല്ലാതെ നമ്മൾ എങ്ങനെ ഒരു കറി വെക്കാം, എങ്ങനെ ഒരു സാമ്പാർ വെക്കുന്നേ, അല്ലേ? പരിപ്പിടണം, പൊട്ടേറ്റോ വേണം, അനിയൻ വേണം, ടൊമാറ്റോ വേണം, ഇതൊക്കെ ഇല്ലാതെ നമ്മൾ എങ്ങനെ പോകും? അപ്പോൾ നമ്മളെ മൊത്തത്തിൽ നമ്മളെ സാമ്പാർ നമ്മൾ കഴിക്കാതിരിക്കാനാണ് ഈ ഒരു പോക്ക് എന്ന് നമുക്ക് തോന്നും. So tomato prices have more than doubled month on month, with the overall average retail price as on June 29 soaring to 53.59 rupees a kilogram from അത്രയായിരുന്നു. അത്രയും ഇതിലോട്ട് കൂടിയിട്ടുണ്ട്. എവിടെ നിന്ന്? ഫ്രം 24.37.
ഇരട്ടിയായതൊന്ന് ആലോചിച്ചു. 24.37 രൂപ ഉണ്ടായിരുന്ന സാധനം മെയ് 29 ആയിരുന്നപ്പോൾ ഒരു മാസം ആയപ്പോഴേക്കും വന്ന മാറ്റം നോക്കണേ അല്ലേ. മെയ് 29 വെറും 24.37 ഉണ്ടായിരുന്നപ്പോൾ ഇപ്പോൾ അത് മാറി ഇതിലോട്ടെത്തി. നോക്കിക്കേ, ജൂൺ 29 ആയപ്പോഴേക്കും 53 രൂപ 59 പൈസ. അപ്പോൾ ശരിക്കും 54 രൂപ അല്ലെ, എന്തായാലും 54 രൂപ എന്ന് കൂട്ടിക്കോ, അത്രയും പൈസയിലോട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ടൊമാറ്റോയുടെ പ്രൈസ്. അപ്പോൾ എങ്ങനെ ഒരു തക്കാളി ഇട്ടിട്ട് നമ്മൾ കറി വെക്കും? ഒരു തക്കാളി കറി ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല, മൊത്തത്തിൽ പണിയായിട്ടിരിക്കുകയാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഡേറ്റ ഫ്രം കൺസ്യൂമർ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ്സ് പ്രൈസ് മോണിറ്ററിംഗ് ഡിവിഷൻ ഷോ. അവരാണ് ഇവിടെ പറയുന്നത് കേട്ടോ. കൺസ്യൂമർ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് പ്രൈസ് മോണിറ്ററിംഗ് ഡിവിഷൻ പറയാണ് ഇതാണ് ഇവിടുത്തെ അവസ്ഥ, പൈസ കൂടിയിട്ടുണ്ട്, പണി വാളിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഒന്ന് നമുക്കൊരു വാർണിംഗ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഡെയിലി ബേസിസിൽ സാധനങ്ങളൊക്കെ മേടിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ അവർ മേടിക്കുന്നതിൻ്റെ ഇത് അളവ് കുറയുവേ, ഇനിയിപ്പോൾ പച്ചക്കറി കഴിച്ച് ജീവിക്കേണ്ട, നമുക്ക് വില ഇറച്ചി മീൻ നോക്കാം അല്ലെങ്കിൽ അല്ലേ എന്നുള്ള രീതിയിലോട്ട് വരും ഉറപ്പായിട്ടും. ആൻഡ് വൈൽ ദ റൈസ് ഇൻ അനിയൻ ആൻഡ് പൊട്ടേറ്റോ പ്രൈസസ് ഓവർ ദ സെയിം 1 month പീരിയഡ് ഈസ് സീമിംഗ്ലി ഫാർ മോർ ബിനൈൻ 7.5% ആൻഡ് 4.5% റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഓർത്തോണേ, അനിയൻ്റെ പൊട്ടറ്റോൻ്റെ പ്രൈസ്, ടൊമാറ്റോയുടെ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്, അനിയൻ്റെ പൊട്ടറ്റോയുടെ പ്രൈസ് 1 month വന്നപ്പോഴേക്കും സെയിം മന്തിൽ വന്നപ്പോഴേക്കും സീമിംഗ്ലി അതിനേക്കാളും ബിനൈൻ, അതിനേക്കാളും കുറച്ചൊരു കുറവുണ്ട്. കാരണം വെച്ചാൽ അതിലാകുമ്പോൾ 75% അനിയനെ ബാധിക്കുന്നുള്ളെങ്കിൽ പൊട്ടറ്റോയ്ക്ക് 4.5 റെസ്പെക്റ്റീവ്ലി, അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇൻക്രീസ് നടന്നേക്കണേ. പെർസെൻറ്റേജ് ഇൻക്രീസ് കേട്ടോ, അതാണ് പറയുന്നത്. അപ്പോൾ റെസ്പെക്റ്റീവ്ലി ദ ഓവറോൾ ട്രജക്ടറി ഇൻ പ്രൈസ് ഗെയിൻസ് അക്രോസ് ദ വൈഡർ ഫുഡ് ബാസ്ക്കറ്റ് ഇസ് സിംപ്റ്റമാറ്റിക് ഓഫ് ദ അൺസെറ്റിലിംഗ് ബിൽഡപ്പ് ഓഫ് ദ അണ്ടർലൈങ് ഇൻഫ്ലേഷൻ പ്രഷേഴ്സ്. ഇൻഫ്ലേഷൻ പ്രഷർ ഭയങ്കരമായിട്ടുണ്ട്. ആ ഇൻഫ്ലേഷൻ പ്രഷർ ഇതുവരെ സെറ്റിൽ ചെയ്തിട്ടില്ല നമ്മൾ, അത് ഭയങ്കര അൺസെറ്റിലിംഗ് ആയിട്ട് ഇപ്പോഴും നിന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വിലകയറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് തുമ്മാൻ വേണ്ടിയിരിക്കുക, അപ്പോഴേക്കും എന്താണ് പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് വല്ലാത്തൊരു എന്താ ഒരു രീതിയിൽ. നോക്കാം. For instance, the price of turdal, a key protein sources in the diets of the vegetarian households, continues to keep rising. അതേസമയത്ത് നോക്കണേ, ചില വെജിറ്റേറിയൻ ഹൗസ് ഹോൾഡിലുള്ളവരെല്ലാവരും അറിയാലോ, പരിപ്പ്, എന്താണ് പരിപ്പ്, ഉഴുന്ന്, അതുപോലെ നമ്മുടെ നെയ്യ്, അങ്ങനെയുള്ളതൊക്കെ അവർ അല്ലെ, തൈര്, അങ്ങനെയുള്ളതൊക്കെ അവർ കൂടുതലായിട്ട് കഴിക്കുക. അപ്പോൾ വെജിറ്റേറിയൻ ഹൗസ് ഹോൾഡ്സിനെ സംബന്ധിച്ചുള്ളത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും അവരെ. വെജിറ്റേറിയൻ ഹൗസ് ഹോൾഡ്സിനെ ഡയറ്റ്സ് ഒക്കെ കീപ്പ് ചെയ്ത് വെജിറ്റേറിയൻ ഡയറ്റുള്ളവരെ സംബന്ധിച്ചുള്ളത് ഭയങ്കരമായിട്ട് അവരെ അഫക്റ്റ് ചെയ്യും. കാര്യം ഇറ്റ് ഹാഡ് ക്ലൈംഡ് 7.8 month on month. കാര്യം വെച്ചാൽ 7.8 month on month ഇതാണ് റൈസാണ് വന്നേക്കുന്നത് ദാലിന് കേട്ടോ. ദാലിന് എത്രത്തോളമാണ് ഇത് വന്നേക്കുന്നത് നോക്കിക്കേ. അതായത് ഇൻഫ്ലേഷൻ റേറ്റ് പറയുമ്പോൾ നമുക്ക് പറയാം ടു 130.75 kilogram on June 29. ജൂൺ 29 ആയപ്പോഴേക്കും 130.75 130.4 രൂപ ആണ് എന്തിന് വന്നേക്കണേ, നമ്മുടെ ദാലിന് വന്നേക്കണേ, അതായത് പരിപ്പിന്, ആസ് പെർ ദ ഗവൺമെന്റ്സ് ഡേറ്റ. Official retail inflation data of May, released earlier this month, had shown that price of pulses, which includes turdal, had quickened by 128 basis points year on year to a 31-month high of 6.56%. അങ്ങനെയുള്ള മാറ്റം ഒരു മന്തിൽ മാറ്റം വന്നിട്ടുണ്ട്, ബേസിക് പോയിന്റ്സ് കൂടിയിട്ടുണ്ട് എന്നാണ് ഗവൺമെന്റിന്റെ വിലയിരുത്തൽ. The government's imposition of stock limits on urad and tar on June 2 seems to have so far done little to cool price gains in lentils. അതുപോലെ മറ്റ് നമ്മുടെ ഉഴുന്ന്, പരിപ്പ്, ചെറുപയർ, അതുപോലെ മറ്റു ലെൻറ്റിൽസ് ഒക്കെ ഇങ്ങനെയാണ് നമ്മൾ ഡ്രൈ ആയിട്ട് വെക്കുന്ന കുറച്ച് വെജിറ്റബിൾസ്, പൾസസ് ഒക്കെ ഇല്ല, അതിന് സെറിയൽസ് അതൊക്കെ ഇല്ല, അതിനെയാണ് നമ്മൾ സെറിയൽസ് അല്ല പൾസസ്, അതിനാണ് ലെൻറ്റിൽസ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ ജൂൺ 2 ആയപ്പോഴേക്കും നമുക്ക് ഒരുപാട് മാറ്റം വരുന്നിട്ടുണ്ട്. ഈ സ്റ്റോക്ക് പ്രൈസസിൻ്റെ ഇതിന് മാറ്റം വന്നതിലും ഭയങ്കരമായിട്ട് ഇത് വരുന്നുണ്ട്. എന്നാൽ ശരിക്കും പറഞ്ഞാൽ ഈ പ്രൈസിനെ കുറയ്ക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ദേ ഹാവ് നത്തിങ് സോ ഫാർ, ലിറ്റിൽ ടു കൂൾ പ്രൈസ് ഗെയിൻസ്. ശരിക്കും പറഞ്ഞാൽ ദേ ഹാവ് ഡൺ നത്തിങ്, അതാണ് ഇവിടെ പറയുന്നത്. പോളിസി മേക്കേഴ്സ് എന്തെങ്കിലും ഇതിനു വേണ്ടി ചെയ്തിട്ടുണ്ടോ? ഇല്ല. ദേ ഹാവ് ഡൺ ലിറ്റിൽ എന്ന് പറയുന്നത് നത്തിങ് എന്നാണ് അർത്ഥം. ലിറ്റിലിൻ്റെ അർത്ഥം നെഗറ്റീവ് ആണ്, നത്തിങ് എന്നാണ് അർത്ഥം. ഒന്നും പ്രൈസ് ഗെയിൻസിനെതിരെ അവർ ചെയ്യുന്നില്ല, അതിനെ കൂളാക്കാൻ ഒന്നും ചെയ്യുന്നില്ല, ഇൻഫ്ലേഷനെ കൂളാക്കാൻ ഒന്നും ചെയ്യുന്നില്ല. നെക്സ്റ്റ് പാരഗ്രാഫിലോട്ട് പോകാം. ടു ബി ഷുവർ ദർ ഇസ് എ സീസണാലിറ്റി കോമ്പണന്റ് ടു ദ പ്രൈസസ് ഓഫ് ഫാം പ്രൊഡ്യൂസ് ആൻഡ് ദ സപ്ലൈ ഇസ് ലാർജ്ലി ഡിറ്റർമിൻഡ് ബൈ ഫാക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് ടൈമിംഗ് ഓഫ് ദ ഹാർവസ്റ്റ് ആൻഡ് ദ പ്രൈസസ് പ്രിവെയിലിംഗ് അറ്റ് ദ മണ്ടീസ് where the farmers transport their നോക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സീസണാലിറ്റി വലിയൊരു പ്രശ്നം, ഒരു കോമ്പണൻ്റ് ആണ്. കാരണം നമ്മൾ സീസൺ നോക്കിയിട്ട് നമുക്ക് ഓരോരുത്തരുടെ പ്രൈസിൻ്റെ കാര്യം പറയാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ ഒരു ഫാമിൽ നിന്ന് കിട്ടുന്ന പ്രൊഡ്യൂസ് നമ്മൾ വിൽക്കുമ്പോൾ അതിൽ കൂടുതലാണോ കുറവാണെന്ന് അറിയുന്നത് അവിടുത്തെ സീസൺ അനുസരിച്ചാണ്. മൺസൂൺ കൂടുതലാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഒരുപാട് കൂടുതൽ മണി എന്നാൽ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പ്രൊഡ്യൂസ് കിട്ടും, ഫാം പ്രൊഡ്യൂസ് കിട്ടും. പക്ഷേ അതും ഒരു വലിയൊരു ഡിറ്റർമിനന്റ് ഫാക്ടറാണ്. അപ്പോൾ അത് ഹാർവസ്റ്റിനെ അഫക്റ്റ് ചെയ്യും. ഹാർവസ്റ്റിനെ അഫക്റ്റ് ചെയ്യുന്നത് പ്രൈസസിനെ വല്ലാണ്ട് അഫക്റ്റ് ചെയ്യും അല്ലേ, പ്രൈസ് എങ്ങനെ കൂടുന്നുള്ളത് അഫക്റ്റ് ചെയ്യും. അങ്ങനെ മണ്ടീസ് അറിയാലോ, മാർക്കറ്റ് എന്നാണ് മണ്ടീസിൻ്റെ അർത്ഥം. അത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ മണ്ടീസ് എന്ന് പറയുന്നത് മണ്ടീസ്, അത് നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ, മലയാളം മണ്ടീസ് അല്ല,
ഹിന്ദി മണ്ടീസാണ്. സോ ഒന്നർത്ഥം മാർക്കറ്റ് പ്രൈസിൽ ഇവർ വിൽക്കുമ്പോൾ പ്രൈസിനെ ഹാർവസ്റ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സീസണാലിറ്റി തന്നെയാണ്. വെൻ ദ ഫാമേഴ്സ് ട്രാൻസ്പോർട്ട് ദർ ക്രോപ്പ് ടു മാർക്കറ്റ്സ്, അല്ലെ, മാർക്കറ്റ്സിലോട്ട് അവർ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് വരുന്ന ഒരു കാര്യം അതാ പറയും. ആൻഡ് ദെൻ tomato growers in rural Maharashtra had dumped sizable quantities of their produce on the roads after being offered unremunerative prices. ഒന്നുണ്ട് ടൊമാറ്റോ പ്രൈസസ് മഹാരാഷ്ട്രയിലുള്ള ആൾക്കാർ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. മഹാരാഷ്ട്രയിലുള്ള ഫാമേഴ്സ് അവരുടെ ടൊമാറ്റോയ്ക്ക് ആവശ്യത്തിന് പ്രൈസ് കിട്ടുന്നില്ല. അവർ എന്ത് ചെയ്തു, അവർക്ക് ആവശ്യം അൺറെമ്യൂണറേറ്റീവ് പ്രൈസസ് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണ് നിങ്ങളത് കൊണ്ടുപോയി തിന്ന് എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു, അതെടുത്ത് റോഡിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു കാര്യം ഒരു വാർത്ത നിങ്ങൾ അറിഞ്ഞു കാണും ഒരിക്കലേ. ഒരു ഭയങ്കര വല്ലാണ്ട് അധികം ടൊമാറ്റോസ് സൈസിബിൾ എമൗണ്ട് റോഡിൽ ഡംപ് ചെയ്തിട്ട് പറഞ്ഞാൽ നിങ്ങൾ കൊണ്ട് തിന്ന്, ഞങ്ങൾക്ക് വേണ്ട ഇതെന്ന് പറഞ്ഞാൽ അവർ അത് മൊത്തത്തിൽ ഉപേക്ഷിച്ച് പോയ റൂറൽ മഹാരാഷ്ട്രയിലെ കുറച്ച് ടൊമാറ്റോ ഗ്രോവേഴ്സ് ചെയ്ത കാര്യം നമ്മൾ ന്യൂസിൽ വായിച്ചു. ഹവർ അതെന്താ വെച്ചാൽ അതിന് മാത്രം പ്രൈസ് ഇത്രയും കഷ്ടപ്പെട്ട് ഇവർ വികസിപ്പിച്ചിട്ട് എടുത്തിട്ട് അതിന് പ്രൈസ് കിട്ടില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഫാമേഴ്സിന് വേണ്ടി ശരിക്കും എന്താണ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്ന് പറയാം. അതൊക്കെയാണ് കാര്യങ്ങൾ. Price of several of these food items, including tomatoes, are still substantially higher than even the same time last year, with the model daily weighted average arrival price of mandis as per the government's agri market website revealing tomato prices almost tripled year on year to 5,579 a quintal as on June 29. ഇവിടെ പറയുന്ന കാര്യം വെച്ചാൽ ഇതേ സമയം കഴിഞ്ഞ വർഷം, അതായത് ഈ വർഷം ഒരു 2022 ജൂൺ മാസത്തിൽ നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിൽ അതിനേക്കാളും ഈ സെയിം ടൈമിൽ നമ്മൾ ടൊമാറ്റോയുടെ ഒക്കെ പ്രൈസ് എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഇതേ മാർക്കറ്റിൽ മാർക്കറ്റ് വെബ്സൈറ്റിൽ തന്നെ എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതിന് ട്രിപ്പിൾഡ് ആയിട്ടുണ്ട് ഇത്തവണ. കഴിഞ്ഞ വർഷം ഇതേ സമയം ഉള്ള പ്രൈസിനേക്കാളും ട്രിപ്പിളാണ് ഇയർ ഓൺ ഇയറിൽ വന്നേക്കുന്ന ടൊമാറ്റോ പ്രൈസൊക്കെ. അതായത് 5,579 ക്വിൻ്റലിന് ജൂൺ 29 ഡേറ്റിൽ വരുമ്പോൾ ഇന്നൊരു ദിവസത്തെ നമ്മൾ വില എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും 5,579 രൂപ പെർ ക്വിൻ്റൽ ആണ്. The same arrival price data show a 37% jump in തേർഡാലിന് 35% ഒരു ഹൈക്ക് നമ്മൾ കാണുന്നുണ്ട്, പ്രൈസ് ഹൈക്ക് കാണുന്നുണ്ട്. ആൻഡ് 19% ഇൻക്രീസ് ഇൻ കോമൺ പാഡി, അതായത് നോർമൽ റൈസിന് ഒരു 19% ഇതുണ്ട്. തേർഡാലിന് 35% റൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. വിത്ത് മൺസൂൺ റെയിൻസ് 13% in deficit. 13% ഡെഫിസിറ്റ് ആണ് മൺസൂൺ റെയിനിന് കുറവ് വന്നിട്ടുണ്ട് ഇത്തവണ അല്ലേ. 13% ഡെഫിസിറ്റ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്ന മൺസൂൺ റെയിന്. അപ്പോൾ തന്നെ ഓർക്കാം ക്രോപ്പിനെ അത് ഹാർവസ്റ്റിന് ഒരുപാട് ബാധിച്ചിട്ടുണ്ട്, നമ്മുടെ പ്രൊഡ്യൂസിന് ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. സോ ഫാർ ദിസ് ഇയർ ഇതുവരെയുള്ള വർഷത്തെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ആൻഡ് ദ ഔട്ട്ലുക്ക് ഫോർ സ്പേഷ്യൽ ആൻഡ് ടെമ്പറൽ ഡിസ്ട്രിബ്യൂഷൻ ഇൻ കമ്മിങ് മന്ത്സ്, അതുപോലെ തന്നെ സ്പേഷ്യലായിട്ടും ടെമ്പറലായിട്ടും എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ഓരോ സ്ഥലത്തും എത്രത്തോളം റെയിൻ കിട്ടുമെന്നൊരു അനുമാനവും കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്ലൗഡഡ് വിത്ത് അൺസർട്ടനിറ്റി ബൈ ദ എൽ നിനോ. അതുകൊണ്ട് തന്നെ അപ്പം നമുക്ക് പറയാൻ പറ്റും ഉറപ്പായിട്ടും അവിടെ ഒരു അൺസർട്ടനിറ്റി, ഉറപ്പില്ല കിട്ടുമോ കിട്ടില്ല എന്നുള്ള ഉറപ്പ് നമുക്ക് വലിയ കാര്യമായിട്ടില്ല. അതുകൊണ്ട് ദർ ഇസ് എ റിയൽ റിസ്ക് ദാറ്റ് ദ ഫുഡ് പ്രൈസസ് കുഡ് കോസ് റീറ്റെയിൽ ഇൻഫ്ലേഷൻ. അപ്പോൾ വലിയ റിസ്ക്കിലാണ് നമ്മൾ പോകുന്നത്, നല്ലൊരു റീറ്റെയിൽ ഇൻഫ്ലേഷൻ നമ്മളെ ബാധിക്കാനുള്ള ചാൻസ് കൂടുതലാണ് എന്ന് ഓതർ പറയാണ്. സോ അങ്ങനെ വരുമ്പോൾ ഇൻഫ്ലേഷൻ എന്തായാലും ഇനിയും ആക്സിലേറ്റ് ചെയ്യാൻ ഇനിയും കൂടാനുള്ള ചാൻസ് കൂടുതലാണെന്ന് പറയുന്നത്. പ്രൈസ് ഇനിയും കൂടും, ഇതൊന്നും ഒന്നുമല്ലവാ ഇനിയും കൂടും പ്രൈസ് എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ പോളിസി മേക്കേഴ്സ് നീഡ് ടു വാക്ക് ദ ടോക്ക്. ഇവർ പറച്ചിൽ മാത്രമേ ഉള്ളൂ, ഞങ്ങളെല്ലാം ചെയ്യാം, ഞങ്ങൾ ഇപ്പോൾ ശരിയാക്കി തരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ശരിയാക്കിയിട്ട് കാര്യമില്ല, അത് ശരിയാക്കി കഴിഞ്ഞാൽ പറയാം ശരിയാക്കിയത് അല്ലേ, ചെയ്ത് കാണിക്കുക, എന്നിട്ട് ഞങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ ചെയ്തു എന്നുള്ളത്. അപ്പോൾ ദേ ഹാവ് ടു വാക്ക് ദ ടോക്ക് ആൻഡ് എന്ത് ചെയ്യണം, ദേ ഹാവ് ടു റീറ്റെയിൻ ലേസർ ഫോക്കസ് ഓൺ ടീമിങ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷനെ ടീം ചെയ്തേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ പണി പാടും. നല്ല ലേസർ ഫോക്കസ്ഡ് ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻഫ്ലേഷനെ ടീം ചെയ്യില്ലെങ്കിൽ പണി കയ്യിൽ നിന്ന് പോകില്ല. ആഫ്റ്റർ ഓൾ ആസ് എ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യസ് ഇക്കണോമിസ്റ്റ് noted in the latest bulletin, കഴിഞ്ഞ ലേറ്റസ്റ്റ് ബുള്ളറ്റിനിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എക്കണോമിസ്റ്റുകൾ നോട്ട് ചെയ്തൊരു കാര്യമാണ് path to high but sustainable inclusive growth has to be paved by price stability. ഇവിടെ ഒരു കാര്യം കൃത്യമായിട്ട് അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട്, പ്രൈസ് സ്റ്റെബിലിറ്റി ഇല്ലെങ്കിൽ നമുക്ക് ഹൈ ആയിട്ടുള്ള സസ്റ്റൈനബിൾ ഗ്രോത്ത് എന്ന് പറയുന്ന സാധനത്തിന് സ്വപ്നം കാണാൻ പറ്റില്ല. ഹൈ ബട്ട് അതേ സമയത്ത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഇൻക്ലൂസീവ് ഗ്രോത്ത് വരണമെങ്കിൽ എന്ത് ചെയ്യണം, പ്രൈസ് സ്റ്റെബിലിറ്റി ഇല്ലാതെ പറ്റില്ല. അതാണ് നമ്മൾ ഇതിനായിട്ട് വഴിയൊരുക്കുന്നൊരു കാര്യം. പ്രൈസ് സ്റ്റെബിലിറ്റി ഇല്ലാതെ ഇൻഫ്ലേഷനാണ് വരുന്നതെങ്കിൽ പണിപാടും എന്ന് വളരെ അനലിറ്റിക്കലായിട്ട് എന്നാൽ അതേസമയത്ത് നമുക്കൊരു സജഷൻ നൽകുന്ന ഒരു സജസ്റ്റീവ് ആയ ഒരു ആർട്ടിക്കിൾ കൂടിയാണ് ഈ ആർട്ടിക്കിൾ. നല്ല രീതിയിൽ അനലൈസ് ചെയ്തിട്ടുണ്ട്, അതേപോലെ സജസ്റ്റീവ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ കൂടിയാണ്. ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ ടു എവറി വൺ. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. ദ ടീച്ചർ എൻഡോഴ്സസ് സ്റ്റുഡൻസ് ടു ഡെൻ ദ യൂസ് ഓഫ് മൊബൈൽ ഫോൺ. ഇന്ന് നമുക്ക് വേർഡ്സ് കുറവാണ്. യെസ്, ക്ലിയർ അല്ലേ? കാര്യം ഇന്നത്തെ ഈ ആർട്ടിക്കിൾ തന്നെ ഉണ്ട്. ആർട്ടിക്കിൾ വളരെ സിമ്പിളർ വേർഡ്സ് ഒക്കെയല്ലേ കൊടുത്തേക്കുന്നത്, വളരെ കുറവ് വേർഡ്സ് ആണ്. അതുപോലെ തന്നെ നമുക്ക്
നമ്മുടെ ഇതിൻ്റെ പേരെന്താണ്, ഇന്നത്തെ മറ്റേ ആർട്ടിക്കിളും ഇലക്ഷനെ പറ്റിയുള്ള ആർട്ടിക്കിളും വളരെ വേർഡ്സ് കുറവുള്ള ഒരു ആർട്ടിക്കിൾ തന്നെയാണ്. അപ്പോൾ ഇത് ക്ലിയർ അല്ലേ? ക്ലിയർ ആയെങ്കിൽ ഒരു തംസ് അപ്പ് ഇട്ടോളൂ. നമുക്ക് ഇന്നലത്തെ ക്വസ്റ്റ്യനിലോട്ട് കേട്ടോ. ഇന്നലത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ക്ലോസ് ഹോം രോഹിത് ശർമാ's men have the difficult task of repeating which MS Dhoni's troops did in 2011. ഇതാണ് ക്വസ്റ്റ്യൻ. കുറച്ച് പേര് നോക്കട്ടെ, എത്ര പേര്, എനിക്ക് തോന്നുന്നു 2-3 പേരെങ്ങാണ്ട് ആൻസർ തന്നിട്ടുള്ളതാണ് എൻ്റെ വിശ്വാസം, ഞാൻ ഇന്നലെ നോക്കിയതിൽ. അപ്പോൾ ഇനി ആർക്കെങ്കിലും ആൻസർ തരണമെങ്കിൽ ഇപ്പം തരാം. ദിസ് ഇസ് ദ ഡേ. കാര്യം ഇനി ഈ മാസം നിങ്ങൾക്ക് വേറെ ആൻസർ തരാൻ പറ്റില്ല കേട്ടോ, ബിക്കോസ് ജൂൺ 30-ാം തീയതിയാണ് ഇന്ന് നിങ്ങൾക്ക് എഡിറ്റോറിയൽ ലാസ്റ്റ് ഡേ ഓഫ് ജൂൺ ആണ്. അപ്പം കറക്റ്റ് ആൻസർ തന്നില്ലെങ്കിൽ ഇന്ന് കഴിഞ്ഞ് പിന്നെ ജൂൺ മാസം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല, ഇനി ജൂലൈ മാസം ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. പറഞ്ഞോളൂ ആൻസർ. വരട്ടെ ആൻസറിലോട്ട് വരട്ടെ. ഓക്കെ, 1, 2, 3, യെസ് 3 പേര് ആൻസർ തന്നിട്ടുള്ളൂ. 4 പേരിൽ 3 പേര് ആൻസർ തന്നിട്ടുള്ളൂ. ഓക്കെ, ഇതാണ് ഞാൻ പറയുന്നത്. ആൻസർ തരല് കുറവാണ്, ഉഴപ്പുവാണോ പിള്ളേരെ? എന്താണ് ആൻസർ? ഞാൻ തന്നെ പറയണോ? ഇതിപ്പോൾ ഞാൻ തന്നെ പറയേണ്ട അവസ്ഥയിലോട്ടെ. ക്ലോസ് ഹോം രോഹിത് ശർമാ's men have the difficult task of repeating which അവിടെ പ്രശ്നമാണ്. വിച്ച് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുവാണെങ്കിൽ എന്തൊരു കാര്യം നമുക്ക് അറിയാം, ആൻറ്റിസിഡൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇവിടെ ആൻറ്റിസിഡൻറ്റ് റിപ്പീറ്റിംഗ് സംതിങ്, എന്തെങ്കിലും റിപ്പീറ്റിംഗ് ദ മിസ്റ്റേക്ക് വിച്ച് മിസ് ധോണിൻ്റെ ട്രൂപ്പ് ഡിഡ് എന്ന് കൊടുക്കാം. മിസ്റ്റേക്ക് എന്നോ എററെന്നോ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ എന്താണ് ഇവിടെ മിസ്സിങ്? സംഭവം എന്താ നമുക്ക് അറിയില്ല. നന്ദിശ തന്നിട്ടുണ്ട്, ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഹാവ് അല്ല, ഹാവ് എങ്ങനെ വരൂടാ? മെന്നിൻ്റെ കൂടെ ഹാസ് വരില്ലടാ, ഹാവേ വരത്തുള്ളൂ രൂപ. അതല്ല, വിച്ച മാറ്റം വരണം. വിച്ചിൻ്റെ മാറ്റം പറ്റി എന്ത് വരണം? എന്താണ് നമ്മുടെ ആൻറ്റിസിഡൻറ്റ് അവിടെ നമുക്ക് അറിയില്ല. അപ്പോൾ അറിയില്ലാത്ത ആൻറ്റിസിഡൻറ്റ്, അൺനോൺ ആൻറ്റിസിഡൻറ്റ് വരുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്? വോട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഓർത്തോണേ, അൺനോൺ ആൻറ്റിസിഡൻ്റ് ആണ്. നമുക്ക് ആൻറ്റിസിഡൻറ്റ് അൺനോൺ ആണ്, അറിയില്ല എന്താണെന്നുള്ളത്. അപ്പോൾ ആൻറ്റിസിഡൻറ്റ് മിസ്സിംഗ് ആണ്. ആൻറ്റിസിഡൻറ്റ് മിസ്സിംഗ് ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കൊടുക്കേണ്ടത് എന്താണ്? വോട്ട് എന്ന റിലേറ്റീവ് പ്രൊനൗൺ ആണ്. മറക്കല്ലേ, വോട്ട് MS Dhoni's ട്രൂപ്പ് ഡിഡ് ഇൻ 2011. അതായത് എന്താണോ MS ധോണിയുടെ ട്രൂപ്സ് 2011 ചെയ്തത്, അതേപോലത്തെ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യാണ് രോഹിത് ശർമ്മയുടെ ആൾക്കാർ. എന്താണോ എന്താണ് സാധനം എന്നുള്ളത് നമുക്കും അറിയത്തില്ല, നമുക്കും അത് അൺനോൺ ആണ്. അതാണ് ഇവിടെ. മെൻ ഹാസ് വരില്ല. എടാ അതൊരുമാതിരി പണിയായിപ്പോട്ടെ എമിലെ. മെൻ എന്ന് പറയുന്നത് മാൻ സിംഗുലർ അല്ലേടാ, മാൻ സിംഗുലർ അല്ലേ, മാനിന്റെ പ്ലൂറൽ അല്ലേ മെന്ന്. അപ്പൊ എങ്ങനെ മെന്നിന്റെ കൂടെ ഹാസ് വരിക? ഒരിക്കലും അങ്ങനെ പറയരുത്. ഇത്രയും സിംപ്ലർ കാര്യമൊക്കെ തെറ്റിച്ചാണ്ടല്ലോ ഞാൻ വിട്ടിട്ട് പോകും ഞാൻ അങ്ങോട്ട് കേട്ടോ. മാൻ, മെൻ, വുമൺ, വിമൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ, അതൊക്കെ സിമ്പിൾ കാര്യമാണ്, അതൊന്നും തെറ്റിക്കല്ലേ. ഓക്കെ, ഇതിനൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, മനസ്സിലായില്ലെങ്കിൽ. മനസ്സിലായില്ലെങ്കിൽ എന്നല്ല, ഓർത്തിരിക്കാൻ വേണ്ടി, പിന്നെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്, ഡൗട്ട് ഉണ്ട് ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചോദ്യം പിടിച്ചോ, 30-ാം തീയതിയിലെ ചോദ്യം. യെസ്, മിസ്റ്റർ മിറ്റ്സുട്ടാക്കിസ് ഒറ്റ മനുഷ്യന്റെ പേരാണ്, who came to power in 2019, ran a campaign focused on his policies aimed at economic recovery, his government handling of the coronavirus pandemic and the cost of living crisis in Europe. Simple question ആണ്, സിമ്പിൾ സെന്റൻസ് ആണ്, ഒറ്റ സെന്റൻസ് ആണ്. കുറച്ച് കോമയുള്ള കുറച്ച് വേർഡ്സ് കൂടുതലുണ്ടെന്നല്ലാതെ വേറൊരു സാധനമില്ല. സംഭവം സിമ്പിളാണ്. ഇതിൽ ഒരു എറർ ഉണ്ട്. നമ്മൾ ഒരുപാട് എക്സാമിന് റിപ്പീറ്റേറ്റീവ് ആയിട്ട് വരുന്ന ഒരു എറർ. ഈ എറർ നോക്കുക. ഇത് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന എററാണ്. അപ്പോൾ ടേക്ക് എ സ്ക്രീൻഷോട്ട്, ആൻസർ എനിക്ക് കോമന്റ് സെക്ഷൻ തരണം. മറക്കരുത്, കോമന്റ് സെക്ഷനിൽ ആൻസർ തരാൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇനിയും ജോയിൻ ചെയ്യാത്തവരോ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. എല്ലാ നമ്മുടെ സെഷൻസ്, യൂട്യൂബ് സെഷൻസ്, ഞാൻ നടത്തുന്ന ക്ലാസ്സുകളുടെയും നോട്ട് ഞാൻ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇടാറുണ്ട്. KPSC ഷോർട്ട് സെലക്ഷൻ, അതുപോലെ Adda247 കേരള സെൻട്രൽ എക്സാംസ്, രണ്ടിൻ്റെയും ടെലിഗ്രാം ചാനൽ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഈ ടെലിഗ്രാമിൽ പിൻ ചെയ്ത് ഞാൻ എൻ്റെ എല്ലാ PDF കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ എഡിറ്റോറിയലിൻ്റെ PDF എൻ്റെ സ്വന്തം ടെലിഗ്രാം ചാനലാണ് ഞാൻ കൊടുക്കാറ്. അതിൽ കൃത്യമായിട്ട് ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. ഇംഗ്ലീഷ് വിത്ത് റിന്റു ആണ് എൻ്റെ സ്വന്തം ടെലിഗ്രാം ചാനൽ. ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. കണ്ടുകൊണ്ടേ ഇരിക്കുക. അത് പറഞ്ഞ കാര്യം മറന്നുപോയി, ഇന്ന് വൈകിട്ട് 7:15 SSC, CHSL, CGL ഒക്കെ വേണ്ടി പ്രാക്ടീസ് സെറ്റ് 3rd 1 ഇന്നലെ നമ്മൾ ചെയ്തു. രണ്ടാമത്തെ സെന്റൻസ് ക്ലോസ് ടെസ്റ്റ്. ഇന്ന് മൂന്നാമത്തെ ആണ് സെന്റൻസ് ഇംപ്രൂവ്മെന്റ്. അപ്പോൾ ഇന്ന് രാത്രി 7:15 കാണാം കേട്ടോ. അതുപോലെ അപ്പോൾ അതുവരെ ഒരു ഷോർട്ട് ബ്രേക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട, മറ്റുള്ളവർക്ക് കോമന്റ് സെക്ഷനിൽ ആൻസർ പോസ്റ്റ് ചെയ്യുക. അതുപോലെ സജഷൻസ്, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും ഒന്ന് പരിഗണിക്കാം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്നവരും പരിഗണിക്കാം. Adda247 മലയാളം ചാനലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ബാങ്കേഴ്സ് Adda247 മലയാളം ബാങ്കിങ് ചാനലിൻ്റെ കാര്യം മറക്കണ്ട. അപ്പോൾ ടേക്ക് കെയർ എവറി വൺ. സുഖമായിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ. 7:15 കാണാം.